ഹെഡിങ് കൊടുക്കുക, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ് കേട്ടോ. അതായത് 2 ചാപ്റ്ററുകൾ ഫിസിക്സിൽ നമുക്ക് ഏകദേശം 60 ആണ് നമ്മുടെ വെയിറ്റേജ് എങ്കിൽ ആ 60-ൽ ഏകദേശം ഒരു 15 മാർക്ക്, അതായത് ജയിക്കാതെ മാർക്കിനെ വേണമെങ്കിൽ റൗണ്ട് പറയാം അല്ലെ. അയ്യോ ഈ ഇക്വേഷനൊക്കെ ഇവിടെ എടുക്കാണല്ലോ, നോക്കിട്ടാണോ പറഞ്ഞത്? പഠിച്ചിട്ടുണ്ടാ നോക്കിട്ട് പറഞ്ഞ അത് ഉറപ്പല്ലേ? പഠിച്ച ഇക്വേഷൻസ് ഒക്കെ ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. നോക്കാൻ എഴുതുക ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അതായത് 2 ചാപ്റ്ററുകൾ. ഒന്നാമത്തെ ചാപ്റ്ററും അതുപോലെ എന്താണ് രണ്ടാമത്തെ ചാപ്റ്റർ. 2 ചാപ്റ്ററുകൾ നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകളാണ്. എന്താണ്? നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകൾ. അതായത് ഈ 2 ചാപ്റ്ററിന് തന്നെ ഏകദേശം 15 മാർക്കിന്റെ വരും. ഈ മൊത്തം ഫൈനൽ എക്സാമിന് 60-ൽ അറൗണ്ട് 15-16 മാർക്കിന്റെ അടുത്ത് വരുന്ന ചാപ്റ്ററാണ് എന്ത് ഒന്നാമത്തെ രണ്ടാമത്തെ ചാപ്റ്ററുകൾ. അത്രയും പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ്. അപ്പൊ ഈ 2 ചാപ്റ്റർ തന്നെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ എന്തായി പോകും? പാസ്സായി പോകും. തോൽക്കില്ലേ വന്ന് ഇതിലത്തെ മാർക്ക് മാത്രം എന്ത് ചെയ്താൽ മതി? സ്കോർ ചെയ്താൽ മതി. ശ്രദ്ധിക്കുക, നമ്മള് ഇതിൽ നോക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹെഡിങ് വരുന്നത് ഒരു ടേമാണ് പഠിക്കുന്നത്, ഇലക്ട്രോ സ്റ്റാറ്റിക്സ്. എന്താണ് ഇലക്ട്രോ സ്റ്റാറ്റിക്സ്? ബോർഡ് തന്നെ എഴുതി പോക്കോ. ഇലക്ട്രോ സ്റ്റാറ്റിക്സ്. ഇലക്ട്രോ സ്റ്റാറ്റിക്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഇലക്ട്രോ സ്റ്റാറ്റിക്സ് നമുക്ക് ഫിസിക്സില് ആദ്യത്തെ 2 പാഠങ്ങൾ ഇലക്ട്രോ സ്റ്റാറ്റിക്സ് ആണ്. പിന്നത്തെ പാഠം കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. പിന്നെ 4, 5, 6, 7 വരെയുള്ള പാഠങ്ങൾ മാഗ്നറ്റിസത്തിന്റെ പാഠങ്ങളാണ്. 7ഉം 8ഉം മാഗ്നറ്റിസവും കറണ്ടായിട്ട് ബന്ധപ്പെട്ട റിലേഷൻസ്. പിന്നെ 9ഉം 10ഉം എന്താണ്? വെളിച്ചം, ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട പാഠങ്ങളാണ്. പിന്നെ ന്യൂക്ലിയസ്, ആറ്റം, ഡ്യുവൽ നേച്ചർ, സെമി കണ്ടക്ടേഴ്സ്. ഇത്രയാണ് എന്ത് സിലബസ് വരുന്നത്. അതില് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് ആദ്യത്തെ 2 ചാപ്റ്ററുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വസ്തുക്കളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? മാസ്. അല്ലെ, എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ടാവും? മാസ് ഉണ്ടാവും. മാസ് പോലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് എന്ത്? ചാർജ് എന്ന് പറയുന്നത്. എന്താണ്? ചാർജ്. അപ്പൊ ചാർജ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു ബിഹേവിയർ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ചാർജ് പൊതുവിൽ നമുക്കറിയാം പോസിറ്റീവ് ചാർജസ് ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ചാർജസ് ഉണ്ട്. ഈ ചാർജസ് മൂവ് ചെയ്യുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുന്നത് അല്ലെ. 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് കറന്റ്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന്റെ ചാർജ് എന്ത് ചാർജാ? എന്ത് ചാർജാ? ഇലക്ട്രോൺസിന്റെ ചാർജ് എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജ് ആണ്. ആണോ? അതെ. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ചാർജ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വളരെ സിമ്പിൾ ആണ്. ചാർജ് എഴുതല്ലോ, ചാർജ് അറ്റ് റെസ്റ്റ്. എന്താണ്? ചാർജ് അറ്റ് റെസ്റ്റ്. It's a branch of physics which is study about the charges at rest. അതായത് ചാർജസ് എന്ത് ചെയ്യണില്ല? മൂവ് ചെയ്യണില്ല. ഒരു ചാർജ് എവിടെയെങ്കിലും സമാധാനമായിട്ട് എന്ത് ചെയ്യാണ്? ഇരിക്കുകയാണ്. ഒരു ചാർജ് എവിടെയെങ്കിലും സമാധാനമായിട്ട് ഇരിക്കുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള ഏരിയനെ കുറിച്ചും അതിന്റെ ബിഹേവിയറിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന മേഖലയാണ് എന്ത്? ഇലക്ട്രോ സ്റ്റാറ്റിക്സ്. അപ്പൊ ഇവിടെ ചാർജസിന്റെ വെലോസിറ്റി അപ്പൊ ഈ ചാപ്റ്ററിൽ ഇപ്പോൾ എത്രയായിരിക്കും? 0. ചാർജസിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? 0. അതായത് ഇപ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച് പഠിക്കുകയാണ്, എ എന്ന് പറയുന്ന ഒരാള്. അദ്ദേഹം ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ? അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കണേ. അപ്പൊ എന്തായി? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയി. ഇനി അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്? ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുന്നത്, കറണ്ട് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ദ ചാർജസ് ആർ ബിഹേവിങ് വെൻ ദേ ആർ അറ്റ് എന്താ? റെസ്റ്റ്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താ? സ്റ്റഡി അബൌട്ട് ദ ചാർജസ് അറ്റ് റെസ്റ്റ്. എന്താണ്? സ്റ്റഡി അബൌട്ട് ദ charges at rest. A branch of physics which deals with the study about the എന്താണ്? ചാർജസ് അറ്റ് റെസ്റ്റ്. കുഴപ്പമില്ലല്ലോ. ഇത്രയേ ഉള്ളൂ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പൊ ചാർജസ് എന്ത് ചെയ്യുന്നില്ല? ഫ്ലോ ചെയ്യുന്നില്ല. എന്താണ്? ഓൺലി റെസ്റ്റ്. ഓൺലി എന്താണ്? റെസ്റ്റ്. ചാർജസ് അറ്റ് റെസ്റ്റ്. അതിനെ കുറിച്ച് പഠിക്കുന്ന മേഖലയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. കുറെ മേഖലകളുണ്ട്. റേ ഒപ്റ്റിക്സ് എന്നല്ല, ഒപ്റ്റിക്സ് എന്ന് പറയുന്ന മേഖല നമ്മൾ 10ൽ പഠിച്ചിട്ടുണ്ടല്ലോ. വാട്ട് ഈസ് ഒപ്റ്റിക്സ്? സ്റ്റഡി അബൌട്ട് ആരാ? ഒക്കെ പറയടാ. ലൈറ്റ് എന്ന് പറയുന്ന പോലെ ചാർജസ് റെസ്റ്റ് ഇരിക്കുമ്പോ അതിനെ കുറിച്ച് പഠിക്കുന്ന മേഖലയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പൊ കൈയോടെ ബൈഹാർട്ട് ചെയ്ത് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ബ്രാഞ്ച് ഓഫ് ആരാ?
physics, branch of physics which deals with the study of charges at rest. അത്രയും വലിയ ഡെഫിനിഷനിൽ കറക്റ്റ് വാക്ക് ഏതാ? ചാർജസ് അറ്റ് റെസ്റ്റ്. കുഴപ്പമില്ലല്ലോ. അപ്പോ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് അല്ലെ, ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് which deals with ആരാണ്? which deals with ചാർജസ് അറ്റ് റെസ്റ്റ്. പരീക്ഷയ്ക്ക് നേരിട്ട് ചോദിച്ചിട്ടല്ല, എന്നാലും നമ്മൾ പഠിക്കുക. വൈകാട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കൺസെപ്റ്റ് മനസ്സിലാക്കി പറയാം. ചാർജസ് അറ്റ് റെസ്റ്റ്. ശ്രദ്ധിക്കുക, നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഒരു ബോഡീനെ ചാർജ് ചെയ്യാനായിട്ടുള്ളത് എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. മെത്തേഡ്സ് ടു ചാർജ് അല്ലെ, ഒരു ബോഡീനെ ചാർജ് ചെയ്യാൻ ഒരു ബോഡീനെ ചാർജ് ചെയ്യാനുള്ള മെത്തേഡുകൾ എഴുതിയിട്ടാണ് വരുന്നത്. കുഴപ്പമില്ലല്ലോ. ഒരു ബോഡീനെ ചാർജ് ചെയ്യാനായിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളതാണ്. 3 മെത്തേഡ്സ് ആണ്. ഒന്ന് എന്താണ്? റബ്ബിംഗ്. മറ്റൊന്നാണ് കണ്ടക്ഷൻ. മറ്റൊന്നാണ് എന്ത്? ഇൻഡക്ഷൻ. എന്താണ്? റബ്ബിംഗ്, കണ്ടക്ഷൻ, ഇൻഡക്ഷൻ. 3 കേസുകളാണ്. റബ്ബിംഗ് അല്ലെങ്കിൽ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയും കേട്ടോ. ഒരു ബോഡീനെ നമുക്ക് എങ്ങനെ ചാർജ് ചെയ്യാം? 3 രീതിയിൽ ചാർജ് ചെയ്യാം. ചാർജിങ് ബൈ ഫ്രിക്ഷൻ. 3 രീതിയിൽ നമുക്കൊരു ബോഡീനെ എന്ത് ചെയ്യാം? ചാർജ് ചെയ്യാം. ഏതൊക്കെയാണ്? റബ്ബിംഗ്, കണ്ടക്ഷൻ, ഇൻഡക്ഷൻ. കുളോംസിൽ വരെ എടുത്ത് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കഴിയാച്ചാൽ വലിയ നേട്ടമായിരിക്കും അല്ലെ. ഓരോന്നും പരിശോധിക്കണം. അപ്പോ മെത്തേഡ്സ് ടു ചാർജ് എ ബോഡി എന്താ? 3 എണ്ണാണല്ലോ അല്ലെ. പുതിയ പാഠം തുടങ്ങണമെന്ന് കേട്ടോ, നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യണം കേട്ടോ. 3 കാര്യങ്ങളാണുള്ളത്. അപ്പൊ ചാർജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ചാർജസ് ഉണ്ട്. ഒരു ബിഹേവിയർ ആണ്, മാസ് പോലെയുള്ള ഒരു ബിഹേവിയർ ആണ് ബോഡീസിന്റെ എന്ത് എന്ന് പറയുന്നത്? ചാർജ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി അബൌട്ട് ദ ചാർജസ് അറ്റ് റെസ്റ്റ്. ഇനി ഒരു ബോഡീനെ എങ്ങനെ ചാർജ് ചെയ്യാം? എത്ര മെത്തേഡ്സ് ആണ് പറഞ്ഞേ? 3 മെത്തേഡ്സ് ആണ്. അതൊക്കെ ഇങ്ങോട്ട് പറയാട്ടോ. അപ്പൊ കുറെ ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാം? പഠിച്ചു പോകാൻ പറ്റും. അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ. 3 മെത്തേഡ്സ് ആണ്. ഏതൊക്കെയാണ് 3 മെത്തേഡ്സ്? റബ്ബിംഗ്. റബ്ബിങ്ങിന്റെ വേറെ പേര് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലാവും. മറ്റൊന്ന് എന്താ? കണ്ടക്ഷൻ. മറ്റൊന്ന് എന്താണ്? ഇൻഡക്ഷൻ. ഓക്കെ. ഈ റബ്ബിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ റബ്ബിങ് നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ചാർജിങ് എ ഇൻസുലേറ്റർ. എന്താണ് ചാർജിങ് എ ഇൻസുലേറ്റർ? ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിസിറ്റി കടത്തിവിടാത്ത സാധനങ്ങൾ വിളിക്കുന്ന പേരാണെന്ത്? ഇൻസുലേറ്റർ അല്ലെ. ഇതിൽ കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ 3 ആയിട്ട് തിരിക്കുക അല്ലെ. കണ്ടക്ടേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. ആരൊക്കെയുള്ളത്? കണ്ടക്ടേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡ് ഏതാ? റബ്ബിംഗ് ആണ്. ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡ് ഏതാ? റബ്ബിംഗ് ആണ് എന്നുള്ളതാണ്. അപ്പോ കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്? കണ്ടക്ഷനും ഇൻഡക്ഷനും. അപ്പൊ വേറെ വേറെ ചോദ്യങ്ങളായിട്ടാണ് കൊടുത്താണ്. നമുക്ക് അങ്ങനെ എഴുതണ്ടല്ലോ, ഇതിൽ എഴുതി അവസാനിപ്പിക്കും. അപ്പോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ചാർജിങ്. ഈ മെത്തേഡ്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ചാർജിങ് കണ്ടക്ടർ. ചാർജിങ് എന്താണ്? കണ്ടക്ടർ. അപ്പൊ കണ്ടക്ടർ ചാർജ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതാ? പറയടാ. കണ്ടക്ടേഴ്സ് വെച്ചാൽ മനസ്സിലായില്ലേ? എന്താ? നല്ലപോലെ ഇലക്ട്രിസിറ്റിനെ കടത്തിവിടും, പാസ് ചെയ്യും. അപ്പൊ കണ്ടക്ടേഴ്സ് ചാർജ് ചെയ്യാനുള്ള മെത്തേഡ് ഏതൊക്കെയാണ്? കണ്ടക്ഷനും. ഇൻസുലേറ്റേഴ്സ് ചാർജ് ചെയ്യാനുള്ള മെത്തേഡ് ഏതാ? റബ്ബിംഗും ആണ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ റബ്ബിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അടുത്തൊരു ചെറിയ ഹെഡിങ് പോലെ കൊടുക്കുക. എന്താണ്? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. എന്താണ്? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്താന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. ഓക്കെ. എന്താണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവിൽ ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് സ്കെയിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? തലയിൽ ഇങ്ങനെ കുറെ നേരം വരയ്ക്കും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു പേപ്പറിന്റെ പീസസ് പറിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ അമർത്തി വയ്ക്കും അല്ലെ. എന്നിട്ട് സ്കെയിൽ വെക്കുമ്പോ എന്തുണ്ടാവും? ആ പേപ്പർ പീസസ് അതും എന്ത് ചെയ്യുന്നത് കാണാം? പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം അല്ലെ. നമ്മള് തലയിൽ വരയ്ക്കുന്നതിന് മുൻപ് സ്കെയിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പറ്റി പിടിക്കോ? ഇല്ല. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? നമ്മള് സ്കെയില് നമ്മുടെ തലയിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് സ്കെയില് എന്തായി? ചാർജ്ഡ് ആയി. സ്കെയിൽ എന്തായി? ചാർജ്ഡ് ആയി. സ്കെയിലിൽ ചാർജ് കിട്ടി അല്ലെങ്കിൽ ചാർജ് പോയി. എന്തോ ഒരു ചാർജ് വന്നിട്ടുണ്ട്. പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജോ എന്തോ ഒരു ചാർജ് വന്നിട്ടുണ്ട്. ദ ബോഡി ഗെറ്റ് ചാർജ്. എങ്ങനെയാണ് സ്കെയിൽ ചാർജ് ചെയ്തത്?
നമ്മള് വേറൊരു ഒബ്ജക്റ്റിന്റെ മുകളിൽ ഇട്ടിട്ട് എന്ത് ചെയ്യാണ്? റബ്ബ് ചെയ്യാണ്. നമ്മളൊരു ഒബ്ജക്റ്റിന്റെ മുകളിൽ ഇട്ടിട്ട് എന്ത് ചെയ്യാണ്? റബ്ബ് ചെയ്യാണ്. അപ്പൊ റബ്ബ് ചെയ്യുന്നത് വഴി ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിൽ ഇട്ടിട്ട് റബ്ബ് ചെയ്യുന്നത് വഴി ഒരു ബോഡിക്ക് ചാർജ് കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. The charge obtained by a body, the charge എന്താണ്? Obtained by a body, the charge obtained by a body when it rubbed with എന്താണ്? Another body. Rubbed with എന്താണ്? Another body. When charge obtained by a body when it is rubbed with another body is called എന്ന് എഴുതണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. is called എന്താണ്? ഈ പറയുന്ന ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. ക്ലിയർ? ഇനി ശ്രദ്ധിക്കുക, ഒരു ബോഡി ചാർജ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിന് മുൻപ് പറയാം നമുക്ക്, ആ ടേബിളിലേക്ക് എടുക്കണം മുൻപ്. അതായത് അത് വളരെ സിമ്പിൾ ആണ്. അതായത് ഇതൊരു ബോഡിയാണ്, ഒരു റെക്ടാങ്കുലർ ഷേപ്പുള്ള ബോഡി. ഇതിപ്പോ അൺചാർജ്ഡ് ആണെന്ന് കരുതുക. എന്താണ്? അൺചാർജ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്തെന്ന് പറയാം? ന്യൂട്രൽ. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതില് പോസിറ്റീവ് ചാർജും ഇല്ല, അതിന്റെ അർത്ഥം അതിലൊന്നും ഇല്ല എന്നല്ല. ഇതിൽ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് എത്ര പോസിറ്റീവ് ചാർജ് ആണോ ഉള്ളത് അത്ര തന്നെ എന്തുണ്ട്? നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇപ്പൊ 10 പ്രോട്ടോൺ ആണെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? പറയേ, 10 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോഴാണ് അത് ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നത്. നമ്മുടെ കെമിസ്ട്രിയിൽ സോഡിയത്തിന്റെ ഒക്കെ കാര്യം പറയാറുണ്ട് അല്ലെ? സോഡിയം 11. എന്താ സോഡിയം 11ന്റെ അവസ്ഥ? 11 പ്രോട്ടോണും 11 ഇലക്ട്രോണും. ഒരു ഇലക്ട്രോൺ പോകുമ്പോഴാണ് ഒരു പ്രോട്ടോൺ എക്സ്ട്രാ ആവുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്? Na+ ഇട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ 10 പ്രോട്ടോണും അതുപോലെ എന്താണ് 10 ഇലക്ട്രോൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ബോഡി ചാർജ്ഡ് ആണോ അൺചാർജ്ഡ് ആണോ? ബോഡി എന്താ? അൺചാർജ്ഡ് ആണ്. എന്നാ വരെ വന്നിട്ടില്ല എന്ന്? ബോഡി എന്താണ്? അൺചാർജ്ഡ് ആണ്. എന്നാ ഇതിൽ ചാർജ് ഉണ്ടോ? ആലോചിച്ച് പറ, ചാർജ് ഉണ്ടോ? ചാർജ് ഉണ്ട്, പക്ഷെ രണ്ട് ഓപ്പോസിറ്റ് ചാർജസ് എന്താണ്? ഈക്വൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്നത് അൺചാർജ്ഡ് ആണെന്ന് പറയുന്നത്. ഇത് നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക കഴിഞ്ഞാല്, റബ്ബ് ചെയ്യുമ്പോ ഒരു ബോഡിയിൽ നിന്നുള്ള ഇലക്ട്രോണുകള് ചിലപ്പോ മറ്റേ ബോഡിയിലേക്ക് എന്ത് ചെയ്യും? ചാടുകയാണ് ചെയ്യാം. നമ്മള് ഒരു ബോഡി വേറൊരു ബോഡിയുടെ മുകളിൽ റബ്ബ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ബോഡിയിൽ നിന്ന് ഇലക്ട്രോണുകള് പറയേ അടുത്ത ബോഡിയിലേക്ക് എന്ത് ചെയ്യാണ്? ചാടുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഞാൻ ഈ ബോഡി വേറൊരു ബോഡി കൂടി, അതും അൺചാർജ്ഡ് ബോഡിയാണ്. അതിൽ 12 പ്രോട്ടോണും 12 ഇലക്ട്രോണും ആണ്. ഇത് റബ്ബ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് കിടക്കുകയാണ്? ഒരു ഇലക്ട്രോൺ കടന്നു കരുതുക. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ എന്ത് ചാർജ് ആയി? പോസിറ്റീവ് ചാർജ് ആയി. കാരണം ഇപ്പൊ 10 പ്രോട്ടോണും എത്ര ഇലക്ട്രോണാ? 9 ഇലക്ട്രോൺ ആണ്. ഇവിടെയോ? ഇവിടെ നെഗറ്റീവ് ചാർജ് ആയി. കാരണം എന്തുകൊണ്ടാ? ഇവിടെ ഇപ്പൊ 12 പ്രോട്ടോണും 13 ഇലക്ട്രോൺ ആണ്. അങ്ങനെയാണ് അതിന്റെ ചാർജിങ് വരുന്നത്. അപ്പൊ റബ്ബ് ചെയ്യുമ്പോ ഇലക്ട്രോണുകൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ബോഡിയിൽ നിന്ന് മറ്റേ ബോഡിയിലേക്ക് എന്ത് ചെയ്യാണ്? മാറുന്ന അവസ്ഥയാണ്. ഒരു ബോഡിയിൽ നിന്ന് മറ്റേ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്ന അവസ്ഥയാണ്? മാറുന്ന അവസ്ഥയാണ്. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ സ്കെയിലിൽ ഉരച്ചിട്ട് സ്കെയിലിനെ ചാർജ് ചെയ്യുന്നത് എന്ത് ഇലക്ട്രിസിറ്റി ആണെന്ന് പറയാം നമുക്ക്? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയുടെ ഭാഗമാണെന്ന് പറയാം. ഇനി ആർക്കാണ് പോസിറ്റീവ് ചാർജ് കിട്ടുക, ആർക്കാണ് നെഗറ്റീവ് ചാർജ് കിട്ടുക? അപ്പൊ നമുക്കൊരു ടേബിൾ ജസ്റ്റ് ഒന്ന് പഠിക്കാനായിട്ടുണ്ട്. അതായത് ഈ ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ടെക്സ്റ്റിലുള്ള കുറച്ച് എക്സ്പെരിമെന്റുകളാണ്. ആ എക്സ്പെരിമെന്റുകൾ ഇവര് എന്താക്കിയിട്ട് തന്നിട്ടുണ്ട്? നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, കോളം 1ലുള്ള ആളുകളെ നമ്മൾ കോളം 2ലുള്ള ആളുകളെ വെച്ച് റബ്ബ് ചെയ്യുകയാണെങ്കിൽ കോളം 1ലുള്ള ആളുകൾക്ക് എന്താണ്? പോസിറ്റീവ് ചാർജും കോളം 2ലുള്ള ആളുകൾക്ക് എന്താണ്? നെഗറ്റീവ് ചാർജും കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് കോളം 1, ഞാനത് മൊത്തം വെച്ച് വരെ എഴുതാൻ മനസ്സിലാവും. അപ്പൊ കോളം 1ലുള്ള ആൾക്കാർക്ക് എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. കോളം 2ലുള്ള ആളുകൾക്ക് എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അതിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഏതാ? ഗ്ലാസും അതുപോലെ എന്താ? സിൽക്കും. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താ? ഗ്ലാസും സിൽക്കും എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താ? നിങ്ങൾ ഗ്ലാസും സിൽക്കും റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസിന് എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജും സിൽക്കിന് എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജും വരും. കുഴപ്പമില്ലല്ലോ. അതുപോലെ വൂള് കമ്പിളി അല്ലെ? വൂള് എന്തിന്റെ കൂടെയൊക്കെയാണ്? ഇത് ആംബർ, പിന്നെന്താ എബണൈറ്റ്, പ്ലാസ്റ്റിക് അല്ലെ? കുറച്ച് സബ്സ്റ്റാൻസസ് വേറെ. എബണൈറ്റ് മെറ്റീരിയൽ, പിന്നെന്താണ് പ്ലാസ്റ്റിക് ഒക്കെ ആയിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അപ്പൊ വൂള് ആംബറിന്റെ കൂടെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ വൂളിന് എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജ്. ആംബറിന് എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജ്. വൂളിന് ഇവരുടെ 3 പേരുടെ കൂടെ റബ്ബ് ചെയ്താലും ആർക്കാണ് പോസിറ്റീവ് ചാർജ് വരിക? വൂളിനാണ് പോസിറ്റീവ് ചാർജ് വരിക. ഇനി എബണൈറ്റിന് പോസിറ്റീവ് ചാർജ് വരും എപ്പോ?
റബ്ബ് ചെയ്യുന്നത് പോളിത്തീന്റെ കൂടെയാണെങ്കിൽ എന്താണ് ഈ പറയുന്ന ചാർജ് തിരിച്ചാണ് വരിക അല്ലെ. എബണൈറ്റിൽ എന്ത് ചാർജാണ് വരുന്നത്? പോസിറ്റീവ് ചാർജ് ആണ് വരുന്നത്. പിന്നെ ഡ്രൈ ഹെയറും പിന്നെ നമ്മുടെ കോംബോ ടെക്സ്റ്റിലുള്ളതാണ്. ഡ്രൈ ഹെയറും കോംബോ. അപ്പൊ നമ്മുടെ മുടി ഇരുമ്പോ അവിടെ ചാർജ് വരുന്നുണ്ട് അല്ലെ. ഉണങ്ങി മുടി നമ്മൾ വലിച്ചു ചെയ്യുമ്പോ ചാർജ് വരുന്നുണ്ട്. എന്താ വരുന്നത് ഇവിടെ? ഡ്രൈ ഹെയറിന് എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജും. കോംബിൽ എന്ത് ചാർജാണ് ഡെവലപ്പ് ചെയ്യുക? പറയൂ. നെഗറ്റീവ് ചാർജും ആണ് ഡെവലപ്പ് ചെയ്യുക. അപ്പോ മാഷെ കൃത്യമായിട്ട് പറഞ്ഞു ഒരു ബോഡി എങ്ങനെയാണ് ചാർജ് ആവുന്നത്. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി വഴി ഈ പോസിറ്റീവ് നെഗറ്റീവ് എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ. എങ്ങനെയാണ് ഒരു ബോഡി ചാർജ് ആവുന്നത്? ഇത് റബ്ബ് ചെയ്യുന്ന സമയത്ത്, ഫ്രിക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഒരു ബോഡിയിലുള്ള ഇലക്ട്രോണുകള് പറയേ മറ്റേ ബോഡിയിലേക്ക് പോകണം. നേരത്തെ അവിടെ മാർക്ക് ചെയ്തു അല്ലെ. ഈ രണ്ടും ന്യൂട്രൽ ആയിരുന്നു. റബ്ബ് ചെയ്തപ്പോ എന്താ സംഭവിച്ചേ? ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ട് കടന്നു, ഇപ്പുറത്തോട്ട് കടന്നു അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചാർജായി? പോസിറ്റീവ് ചാർജായി. മറ്റോടത്ത് എന്ത് ചാർജായി? നെഗറ്റീവ് ചാർജായി. അപ്പൊ എങ്ങനെയാണ് ഹൗ ദ ബോഡി ഗെറ്റ് ചാർജ് അല്ലെ? ഹൗ ദ ബോഡി ഗെറ്റ് ചാർജ്. എങ്ങനെയാണ് ബോഡി ചാർജ്ഡ് ആവുന്നത്? അപ്പൊ എന്തുകൊണ്ടാണ് ബോഡി ചാർജ്ഡ് ആവണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ. ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. എന്താണ്? ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ബോഡീസ് ചാർജ്ഡ് ആവുന്നത്. ഇപ്പൊ ഈ ഇലക്ട്രോൺ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തപ്പോ അല്ലേ ഇത് പോസിറ്റീവ് ചാർജും ഇതെന്താ നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറിയത്. അപ്പൊ എന്താ? ഹൗ ദ ബോഡി ഗെറ്റ് ചാർജ്ഡ്. അപ്പൊ ഉത്തരം ഇത്രയേ ഉള്ളൂ. എന്താ? ബൈ ദ എന്താ? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴിയാണ് എന്ത്? ബോഡി ചാർജ് ആവും. ഇനി ഞാൻ ചോദിക്കട്ടെ, ബോർഡിൽ ശ്രദ്ധിച്ചേ. ഇവിടെ ഈ ബോഡീസിന് പേര് കൊടുക്കാം. എന്ന് കൊടുത്തു, ബിന്ന് കൊടുത്തു. എതിർപ്പില്ലല്ലോ. എനെ സംബന്ധിച്ച് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണോ ചെയ്തേ? ഇലക്ട്രോൺ ലഭിക്കുകയാണോ ചെയ്തേ? ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ആൾക്ക് എന്ത് ചാർജ് ആവുന്നേ? നമുക്ക് അറിയണതാണ്. എന്ത് ചാർജ് ആവുന്നേ? പോസിറ്റീവ് ചാർജ്. അപ്പൊ എന്താ? ഇലക്ട്രോൺ the body which ഇവിടെ ഒരു വാക്കുണ്ട് കേട്ടോ, ലോസ് ഇലക്ട്രോൺ എന്ത് ചാർജ് ആയിട്ട് മാറും? പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും. പിന്നെ the body which എന്താണ്? ഗെയിൻ ഇലക്ട്രോൺ. the body which gain ഇലക്ട്രോൺ അതിന് എന്ത് ചാർജ് ആയിട്ട് മാറും? അത് നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും. ശരിയല്ലേ? കറക്റ്റല്ലേ പറഞ്ഞത്? അത് ഏത് ബോഡിക്കാണോ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് അത് എന്ത് ചാർജ് ആയിട്ട് മാറും? പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. ഇപ്പൊ എഴുതി പോട്ടാ. ബോർഡിലേക്ക് തന്നെയാണ് നോട്ട്. പ്രിന്റ് വേണമെങ്കിൽ എടുക്കാൻ നമുക്ക്. എഴുതി എപ്പോഴും എഴുതി പോകണമാണ് നല്ലത്. മനസ്സിലായി? ഒരു തവണ എഴുതി പോയി കഴിഞ്ഞാൽ കൈമ ഉണ്ടാവും. ഒരു ഓർമ്മയിൽ ഉണ്ടാവും എപ്പോഴും. എന്നാണ് എഴുതിക്കുന്നത് കേട്ടോ. ദ ബോഡി വിച്ച് ലോസ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ബോഡി എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജും. ഇലക്ട്രോൺ ലഭിക്കുന്ന ബോഡി എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജും. കുഴപ്പമില്ലല്ലോ? പറഞ്ഞത് ക്ലിയർ ആണോ? പ്രശ്നമുണ്ടോ? സിമ്പിൾ ആണ്. ഇനി ശ്രദ്ധിക്കുക. ഈ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പറയണം കേട്ടോ. അടുത്ത ഒരു പോയിന്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് is the mass of a body affected by charging? എന്താണ്? is the mass of a body affected by charge? is the mass of a body affected by charging? നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്ന കേസ് ഉദ്ദേശിച്ചാലും മതി. അല്ലെങ്കിൽ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ചാർജ് ചെയ്യുമ്പോ അവിടെ എന്തുണ്ട്? ഒന്ന് വായിച്ചേ. ചാർജിങ് നടക്കുമ്പോ അവിടെ എന്തുണ്ട്? ഒന്ന് വായിക്കടാ. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിന്റെ ഉത്തരം പറയാൻ പറ്റുമോ? യെസ് ഓർ നോ? യെസ് ഓർ നോ പറഞ്ഞോ. കറക്റ്റ് ആണ്. യെസ് ഓർ നോ? ചാർജ് ചെയ്യുമ്പോ ബോഡിയുടെ മാസ്, ടോട്ടൽ മാസിൽ വ്യത്യാസം വരുമെന്നാണ് ചോദിക്കുന്നത്. യെസ് ഓർ നോ? യെസ് ആണ്. കാരണം എന്തുകൊണ്ടാ? ശ്രദ്ധിക്കേ. ഇത്രയേ ഉള്ളൂ ചോദ്യം. ട്രാൻസ്ഫർ ഓഫ് ആരാ? അപ്പൊ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ചാർജിങ് നടക്കുന്ന സമയത്ത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒക്കെ പറഞ്ഞേ. ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതായത് ഒരു സ്ഥലത്തുള്ള ഇലക്ട്രോൺ ഇങ്ങോട്ട് പോണ്ട്, വേറൊരു സ്ഥലത്തേക്ക് പോണ്ട്. ഇലക്ട്രോണിന് മാസ് ഉണ്ടോ? ഇലക്ട്രോണിന് മാസ് ഉണ്ടോ? ഉണ്ട്. എത്രയാ മാസ്? 9.1 into 10⁻⁻31 കിലോഗ്രാം ആണോടാ മക്കളെ? അതെ. അപ്പൊ ഇലക്ട്രോണിന് മാസ് ഉണ്ടാ? ഇല്ലാന്നാ ഇത്രയും മാസ് പറഞ്ഞിട്ട്.
ഇലക്ട്രോണിന്റെ മാസ് ഉണ്ടോ? ഇലക്ട്രോണിന്റെ മാസ് ഉണ്ട്. ഓക്കെ, ആ ഇലക്ട്രോൺ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാ. അപ്പൊ പോയ സ്ഥലത്ത് മാസ് എന്ത് ചെയ്യും? പറയുന്നേ വേഗം കുറയും. കിട്ടിയ സ്ഥലത്ത് മാസ് എന്ത് ചെയ്യും? കൂടും. അപ്പോ ചാർജിങ് വഴി ബോഡിയുടെ മാസ് മാറ്റമുണ്ടോ എന്നുള്ള ഉത്തരം എന്താ ചോദിക്കുന്ന ഉത്തരം എന്താണ്? യെസ് ആണ്. എന്താണ് അതിന്റെ കാരണം? ബിക്കോസ് ഡ്യൂ ടു വീണ്ടും എന്താ? ഡ്യൂ ടു ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ഡ്യൂ ടു ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ഡ്യൂ ടു ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ഇനി ചാർജ് ചെയ്യുമ്പോ ആലോചിച്ച് പറയണം, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ബോഡിയുടെ മാസ് കൂടുകയാണോ കുറയുകയാണോ? ആലോചിച്ച് പറഞ്ഞേ. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ബോഡിയുടെ മാസ് കൂടുക കുറയോ? കറക്റ്റ് ആണ്, കുറയും അല്ലെ? പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി, പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്താ കുറയാനുള്ള കാരണം? ഈക്വൽ ടു ലോസ് ഇലക്ട്രോൺ. ശരിയല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞാണ് ലോസ് ഇലക്ട്രോൺ. അപ്പൊ അതിന്റെ മാസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതിന്റെ മാസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പോസിറ്റീവ് ചാർജ്ഡ് ബോഡി, അതിനെ സംബന്ധിച്ച് ഇലക്ട്രോൺ എന്താണ്? ലോസ് ആണ്. അപ്പൊ അതിന്റെ മാസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും, കുറയും. അപ്പൊ നെഗറ്റീവ് ചാർജ് ബോഡിക്കോ? നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി അല്ലെ മക്കളെ? നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിക്ക് എന്താ സംഭവിക്കുന്നത്? പറഞ്ഞേ, ഗെയിൻ ഇലക്ട്രോൺ. നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിക്ക് എന്താ സംഭവിക്കുന്നത്? ഗെയിൻ ഇലക്ട്രോൺ. അപ്പൊ എന്താ? മാസ് അവിടെ എന്താണ് ചെയ്യുക? മാസ് അവിടെ ഇൻക്രീസ് ചെയ്യും. മാസ് അവിടെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയുടെ മാസ് കുറയും, നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയുടെ മാസ് എന്താണ്? കൂടും. ഓക്കെ, പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയുടെ മാസ് കുറയും, കാരണം അവർക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയുടെ മാസ് കൂടും, കാരണം അവർക്ക് എന്താണ്? ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം. ഗെയിൻ ഇലക്ട്രോൺ. അപ്പൊ മുകളിൽ നോക്കിയിട്ട് ഒന്ന് പറഞ്ഞേ, എയുടെ മാസിന് എന്താ സംഭവിക്കുക? കൂടുക കുറയോ? എയുടെ മാസിന് എന്താ സംഭവിക്കുക? കുറയും. കാരണം എക്ക് എന്ത് ചാർജാണ്? they lose electron. ബിക്ക് എന്താ സംഭവിക്കുക? മാസ് കൂടുക കുറയോ? മാസ് കൂടും. why? because they gain electron. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? അടുത്തത് നമ്മൾ നോക്കുന്നത് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും. അത് എഴുതേണ്ട കാര്യമില്ല. കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും എന്താന്നുള്ളത് നമുക്കറിയാം. എന്താ കണ്ടക്ടേഴ്സ്? ദ സബ്സ്റ്റാൻസസ് വിച്ച് ക്യാൻ പാസ് ഇലക്ട്രിസിറ്റി or allow the passage of electricity. മലയാളത്തിൽ പറഞ്ഞാൽ എന്താ? കറണ്ട് കടത്തി വിടുന്ന സാധനങ്ങൾ വിളിക്കുന്ന പേരാണ് എന്ത്? പറയൂ. കണ്ടക്ടേഴ്സ്. കറണ്ട് കടത്തി വിടുന്ന സാധനങ്ങൾ വിളിക്കുന്ന പേരാണ് എന്ത്? കണ്ടക്ടേഴ്സ്. കറണ്ട് കടത്തി വിടാത്ത ആളുകൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസുലേറ്റേഴ്സ്. കറണ്ട് കടത്തി വിടാത്ത ടീമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസുലേറ്റർ. എഴുതണ്ടല്ലോ, അറിയുന്നതാണ്. ഓക്കെ, അപ്പൊ റബ്ബിങ് വഴി നമ്മള് ചാർജ് ചെയ്യുന്നത് പക്ഷെ ആരെ മാത്രമാണ്? പറഞ്ഞോ? റബ്ബിങ് വഴി ചാർജ് ചെയ്യുന്നത് ആരെ മാത്രമാണ്? ഇൻസുലേറ്റേഴ്സിന്റെ വഴിയാണ്. കണ്ടക്ഷൻ ഉപയോഗിച്ചുകൊണ്ടോ ഇൻഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഏത് ഉപയോഗിച്ചുകൊണ്ട് പറ്റില്ല? റബ്ബിങ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് പറ്റില്ല. ആണോ? അപ്പൊ അവിടെ ഒരു ചോദ്യം വരും സ്വാഭാവികമായിട്ടും, എന്തുകൊണ്ടാണ് ഈ കണ്ടക്ടേഴ്സിനെ നമുക്ക് റബ്ബ് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റാത്തത്? അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഉണ്ട്, തൊട്ട് താഴെ എഴുതിയിരിക്കുക. കണ്ടക്ടേഴ്സ് കനോട്ട് ബി ചാർജ്ഡ് ബൈ റബ്ബിംഗ്. Conductors cannot be charged by rubbing, but insulators can. കണ്ടക്ടേഴ്സിനെ നമുക്ക് റബ്ബിംഗ് വഴി ചാർജ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ആരെ സാധിക്കും? ഇൻസുലേറ്റേഴ്സിനെ സാധിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കണ്ടക്ടറിലേക്ക് ഒരു ചാർജിനെ കൊടുക്കുകയാണെങ്കിൽ ആ ചാർജ് കണ്ടക്ടറിന്റെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് എന്താവും? ഡിസ്ട്രിബ്യൂട്ടഡ് ആവും എന്നുള്ളതാണ്. സ്പ്ലിറ്റ് ആയി പോകും ആ ചാർജ്. കണ്ടക്ടറിന്റെ എല്ലാ ഭാഗത്തേക്കും എന്തായും? സ്പ്ലിറ്റ് ആയി പോകും. അതേസമയം ഇൻസുലേറ്റേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ എവിടേക്കാണ് ആ ചാർജ് വന്നത്, ആ ചാർജ് അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. ഒരു സെയിം പ്ലേസിൽ തന്നെ ഹോൾഡ് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ കാരണം. എന്തിന്റെ കാരണം? റബ്ബിംഗ് വഴി നമുക്ക് എന്താണ് കണ്ടക്ട് ചെയ്യാൻ പറ്റാത്ത, ചാർജ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ഒന്ന് എഴുതി വെക്കുക. ദിസ് ഈസ് ബിക്കോസ് വെൻ സം ചാർജ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എ കണ്ടക്ടർ, it distributed over the entire surface of conductor.
when some charge is transferred to a conductor, കണ്ടക്ടറിലേക്ക് നമ്മൾ കുറച്ച് ചാർജ് ഒപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, റബ്ബിംഗ് വഴി കൊടുത്തു കഴിഞ്ഞാൽ, it readily gets distributed over the entire surface of the conductor. പക്ഷെ ഇൻസുലേറ്റേഴ്സിന്റെ കേസിലോ അത് എവിടെ തന്നെ ഇരിക്കും? ആ സെയിം പ്ലേസിൽ തന്നെ ഇരിക്കും. അപ്പൊ ഈ സെയിം പ്ലേസിൽ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് കുറച്ച് പണിയുണ്ട്. അത് നോക്കാം. കിട്ടിയില്ലേ? readily get distributed over the entire surface of the conductor. ഓക്കെ, അത്രയേ ഉള്ളൂ എന്ത് അതിന്റെ ആൻസർ. ശ്രദ്ധിക്കുക, അടുത്ത മെത്തേഡുകൾ അല്ലെ. എത്ര മെത്തേഡ്സ് ആണോ ചാർജ് ചെയ്യാനുള്ളത്? 3 മെത്തേഡ്സ്. ഏതൊക്കെയാ? റബ്ബിങ്, കണ്ടക്ഷൻ, ഇൻഡക്ഷൻ. റബ്ബിങ് ആർക്കുള്ളതാ? കണ്ടക്ഷനും ഇൻഡക്ഷനും ആർക്കുള്ളതാ? കണ്ടക്ടേഴ്സ്. അതിൽ ഏത് മെത്തേഡ് കഴിഞ്ഞു? റബ്ബിംഗ് കഴിഞ്ഞു. ഇനി അടുത്ത മെത്തേഡാണ് നമ്മൾ പറയുന്നത്. അടുത്ത മെത്തേഡാണ് എന്ത്? ചാർജിങ് ബൈ കണ്ടക്ഷൻ. എന്താണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ? നോക്കാം. കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ 2 ബോഡീസ് തമ്മിൽ എന്താണ്? ഇൻ കോണ്ടാക്ട് ആണ്. നോട്ടാക്കാൻ നമുക്ക് അതിന് മുൻപ് പറയട്ടെ ഒന്ന്. അപ്പൊ ഇവിടെ ആക്ച്വലി എന്താ അതിന്റെ മെയിൻ വാക്കുകളാണ്. നമ്മൾ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും പഠിക്കുമ്പോഴേ കഴിഞ്ഞ കൊല്ലം പറയാറുണ്ട്. ഡെഫിനിഷൻ ആയിട്ട് പറയുമ്പോൾ കുറെ പറയാം, പക്ഷെ ആ ഡെഫിനിഷനിൽ കറക്റ്റ് ഒരു വാക്കുണ്ടാവും. ആ വാക്കാണ് അതിന്റെ എല്ലാ കാര്യവും അല്ലെ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. എന്താ? ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി അബൌട്ട് ദ ചാർജസ് അറ്റ് റെസ്റ്റ്. അങ്ങനെ ഒരു ഉത്തരം എഴുതാം, കുഴപ്പമില്ലല്ലോ. വേറൊരു ഉത്തരം എഴുതാം അതിന്. വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ചാർജസ് അറ്റ് റെസ്റ്റ്. നിങ്ങൾ ചാർജസ് അറ്റ് റെസ്റ്റ് ഇല്ലാണ്ട് ബാക്കി പറഞ്ഞു ഫിസിക്സ് വിച്ച് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ one of the important എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാര്യം ഉണ്ടാവും. ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ഓഫ് ദ ചാർജ് വെൻ ദേ ബിഹേവ് വിത്ത് അതർ ചാർജസ് എന്നൊക്കെ എഴുതിയിട്ട് കാര്യം ഉണ്ടാവും. സംഭവം പറഞ്ഞൊക്കെ ഉണ്ടായില്ലേ, പക്ഷെ ആ കറക്റ്റ് ഡെഫിനിഷൻ ആണെങ്കിൽ അവിടെ എന്ത് വരണം? ചാർജസ് അറ്റ് റെസ്റ്റ് വരണം. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം. നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ചാർജസ്, മറ്റുള്ള ചാർജസ് ആയിട്ട് നമ്മൾ ചാർജസിന്റെ ഫോഴ്സ് പഠിക്കും, എനർജി പഠിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഡെഫിനിഷൻ എഴുതാൻ വേണമെങ്കിൽ എന്താ? ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ചാർജസ് അല്ലെ. സ്റ്റഡി അബൌട്ട് ദ ചാർജസ് റിലേറ്റഡ് ടു ദെയർ ഫോഴ്സ്, റിലേറ്റഡ് ടു ദെയർ എനർജി വെൻ ദേ ഇന്ററാക്ട് വിത്ത് അതർ ചാർജസ്, പൊട്ടൻഷ്യൽ എനർജി എന്നൊക്കെ പറഞ്ഞ് കുറെ ഡെഫിനിഷൻ ചെയ്താൽ മാർക്ക് കിട്ടും. ഈ പാഠത്തിലുള്ള എല്ലാ സാധനവും ഇട്ടിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെ ഒരു ഡെഫിനിഷൻ ചെയ്താൽ മനസ്സിലാൻ വേണ്ടി പറയണം. ആ മാർക്ക് കിട്ടില്ല. എന്ത് വേണം? അവസാനം ഒരു വാക്ക് വയ്ക്കണം. വെൻ ചാർജസ് അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞ പോലെയാ. അപ്പൊ ഡെഫിനിഷൻസ് പഠിക്കുമ്പോൾ അതിലൊരു കീ ആയിട്ടുള്ള സാധനം ഉണ്ട്. നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞു. എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? Depends upon number of particles. Only depend upon number of particles. അത് എക്സ്പാൻഡ് ചെയ്ത് പറയാൻ. പിന്നെ എന്താ? the properties of solutions which are does not depend upon the nature of. ബാക്കി എന്ത് പറഞ്ഞിട്ടും only depend upon number of particles പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതില്ലെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുപോലെ ബേസിക് ആയിട്ടൊന്ന് എഴുതിയതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. എന്താ അവിടുത്തെ മെയിൻ സാധനം? എന്താ? ഇൻ കോണ്ടാക്ട് ആണ്. കോണ്ടാക്ട് ഉണ്ട്, ബോഡീസ് തമ്മിൽ എന്തുണ്ട്? കോണ്ടാക്ട് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡെഫിനിഷൻ എഴുതാം. അതിന് മുൻപ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സംഭവം വളരെ സിമ്പിൾ ആണ്. അതായത് ഇതൊരു അൺചാർജ്ഡ് ബോഡിയാണ്. എന്ത് ബോഡിയാണ്? അൺചാർജ്ഡ് ബോഡി. ഒരു സ്റ്റാൻഡിൽ നമ്മൾ സ്പെരിക്കൽ ഷേപ്പിൽ ഒരു ബോഡി വെച്ചിരിക്കുകയാണ്. അൺചാർജ്ഡ് ആണ്. അപ്പൊ ചാർജ് ഒന്നും ഇല്ല. ചാർജ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കേട്ടോ അതില്. എന്താ? എത്ര പോസിറ്റീവ് ചാർജ് ആണോ ഉള്ളത് അത്ര തന്നെ നെഗറ്റീവ്. അൺചാർജ്ഡ് ബോഡി എന്ന് പറയുമ്പോൾ അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഉണ്ട്. പക്ഷെ അതിന്റെ രണ്ടിന്റെ അളവ് എന്താ? ഈക്വൽ ആണെന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മള് ചാർജുള്ള ഒരു ബോഡി കൊണ്ടുവരിക, നെഗറ്റീവ് ചാർജ്. ഇതിൽ കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജ് ആണ്. ഇത് അൺചാർജ്ഡ് ബോഡിയാണ് കേട്ടോ. ഇത് ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കുക. കണ്ടക്ടേഴ്സ് ആണ് കേട്ടോ. എന്താ? കണ്ടക്ടേഴ്സിന്റെ പണിന്റെ എന്താ? കൂടുതൽ ചാർജ് എവിടെ ഇരിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ എഴുതി നമ്മള് ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെ, അവരോട് പാസ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ബോഡി കൂടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ചാർജിലത്തെ കുറച്ച് നെഗറ്റീവ് ചാർജ് എങ്ങനെ കിടക്കും? പറയൂ, നമ്മുടെ അൺചാർജ്ഡ് ബോഡിയിലേക്ക് കിടക്കും. റെപ്പ് ഒന്നും വേണ്ട, വെറുതെ വെച്ച് കോണ്ടാക്ട് കൊടുത്താൽ മതി. ഇവിടെ കിട്ടിയോ? വെറുതെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് കോണ്ടാക്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട. അപ്പൊ എന്തുണ്ടായി? അൺചാർജ്ഡ് ബോഡിയിലേക്ക് ഏത് ചാർജ് കയറി? ചാർജ്ഡ് ബോഡിയിൽ ഉണ്ടായിരുന്ന അതേ ചാർജ് ഏത് ബോഡിയിലേക്കും വന്നു? പറയടാ, അൺചാർജ്ഡ് ബോഡിയിലേക്ക് വന്നു. അൺചാർജ്ഡ് ബോഡി എന്തായി? ചാർജ്ഡ് ആയി. അപ്പൊ എന്താ അവിടെ
ഈ മെത്തേഡിനെ വിളിച്ച പേരെന്താ? കണ്ടക്ഷൻ. അവിടെ അൺചാർജ്ഡ് ബോഡിയും എന്ത് ബോഡിയായിരുന്നു ഇത് തമ്മിൽ എന്ത് ചെയ്തു? കോണ്ടാക്ട് ചെയ്തു അല്ലെ? ചാർജ്ഡ് ബോഡി അൺചാർജ്ഡ് ബോഡി എന്ത് ചെയ്തു? കോണ്ടാക്ട് ചെയ്തു. When they are in contact, the uncharged body gets the same charge as charged body. ചാർജ്ഡ് ബോഡിയിലുള്ള അതേ ചാർജ് തന്നെയാണ് അവിടെ കിട്ടിയത് അൺചാർജ്ഡ് ബോഡിയിൽ കിട്ടിയത്. മെയിൻ വാക്ക് അവിടെ എന്താ? They contact. When a charged body is, എന്താണ് നമ്മുടെ കണ്ടക്ഷൻ? കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a charged body is in എന്താ? പറയടാ. In contact with an uncharged body. When a charged body is in contact with an uncharged body, അപ്പൊ എന്ത് സംഭവിക്കും? അൺചാർജ്ഡ് ബോഡി എന്തായിട്ട് മാറും? ചാർജ്ഡ് ആയിട്ട് മാറും അല്ലെ? ചാർജ് ഫ്ലോ ഫ്രം ചാർജ്ഡ് ബോഡി ടു അൺചാർജ്ഡ് ബോഡി അല്ലെ? ചാർജ് ഫ്ലോ ഫ്രം എവിടെ പഠിക്കുക? ചാർജ് ഫ്ലോ ഫ്രം ചാർജ്ഡ് ബോഡി ടു അൺചാർജ്ഡ് ബോഡി ടു അൺചാർജ്ഡ് ബോഡി. അങ്ങനെ ചാർജ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഈ പറയുന്ന ചാർജിങ് ബൈ കണ്ടക്ഷൻ. അപ്പൊ നിങ്ങൾ നാളെ പഠിച്ചുകൊണ്ട് വരുമ്പോ ഇത് മൊത്തത്തിൽ പഠിക്കണം. എന്നാലും ഫ്രണ്ടായിട്ട് പറയാണ്, ഒരു വാക്ക് മൈൻഡിലുണ്ടാവണം. എന്താ? ഇൻ കോണ്ടാക്ട്. ആരൊക്കെ തമ്മിൽ ഇൻ കോണ്ടാക്ട്? ചാർജ്ഡ് ബോഡി ഇൻ കോണ്ടാക്ട് വിത്ത് സച്ച് ചാർജിങ് ഈസ് കോൾഡ് കണ്ടക്ഷൻ. മതി, കറക്റ്റ് ആണ്. ലേഖനത്തിൽ പഠിച്ചിട്ട് വരിക എന്താണ്? ചാർജ്ഡ് ബോഡി. പിന്നെ ഇവിടെ എഴുതിയായിരുന്നത് പഠിക്കണത് യാതൊരു നിർബന്ധവും ആവശ്യമില്ലാണ്ട് ആരെങ്കിലും ചോദിച്ചിരുന്ന അങ്ങനെ പുതിയ ആൾ അങ്ങനെ യാതൊരു പ്രശ്നമില്ല. ഇവിടെ എഴുതിയായിരുന്നത് പഠിക്കണത് മാഷ്ക്ക് യാതൊരു വശമില്ല. എന്ത് വേണമെങ്കിൽ പഠിച്ചോളൂ. പറയുന്ന ഉത്തരം, പക്ഷെ എന്ത് വേണമെങ്കിലും ഉത്തരം ശരി എന്തായിരിക്കണം? ശരിയായിരിക്കണം. പറയുന്ന കാര്യം എന്തായാൽ മതി, ശരിയാണ്. മാഷിന് നോട്ട് പഠിക്കുന്നത് യാതൊരു നിർബന്ധമില്ല. ഇതിപ്പോ ചില സമയത്ത് ഇവിടെ സീമാരിന്റെ നോട്ട് എഴുതിയാറുണ്ട്, ഷാജു കെ ജോണിന്റെ നോട്ട് എഴുതാറുണ്ട്, പല നോട്ടുകൾ എഴുതുന്നത്. സ്കൂളിലൊക്കെ അത് തന്നെയാണ് ഉപയോഗിക്കണേ അല്ലെ? സ്കൂളിൽ മൊത്തത്തിൽ പ്രിന്റ് തരുന്നതാണ് അല്ലെ? പല സ്കൂളിലും അല്ലെ? തിരുവൊക്കെ തന്നെയല്ലേ പ്രിന്റ് തരുന്നേ? വെള്ള സാധനം അല്ലേ പ്രിന്റ് തരുന്നേ? ആ ലീനൊക്കെ നോട്ട് അയക്കാറുണ്ടല്ലോ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ട് തിരുവർക്ക് ഇല്ല നോട്ടെന്നെ തരണേ? നിങ്ങൾ എഴുതാണ് ചെയ്യണേ? പ്രിന്റ് തന്നിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്കാണ് തന്നല്ലേ? എഴുതി പഠിച്ചോ? എഴുതി. പക്ഷെ നോട്ടിലൊന്നും എന്താണ് മാഷ് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നോട്ടിലൊന്നും എന്താ വലിയ കഥയുള്ള കാര്യം അല്ല. നോട്ടില് നമ്മൾ എന്തോരം എഴുതി വെച്ചിട്ട് കാര്യമില്ല. പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അല്ലാണ്ട് കാര്യമില്ല. നമ്മളിപ്പോ പരീക്ഷയുടെ ടൈം ആയപ്പോ നമ്മള് പ്രിന്റും ഇല്ല നോട്ടും ഇല്ല ഒന്നും ഇല്ലാത്ത അവസ്ഥ. അവസാനം ഒരു ഷീറ്റിലേക്ക് ആയി നമ്മള് അല്ലെ? നമ്മൾ ആ ഷോർട്ട് നോട്ട് എഴുതി തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ പറയുന്നത് ഷോർട്ട് നോട്ട് എഴുതിയ സമയത്ത് നമ്മൾ ഒരു പാഠം പിന്നെ പിടിക്കാക്കി ഒരു ഷീറ്റിലേക്ക് ആക്കി കൊണ്ടുവന്നു നമ്മള് അല്ലെ? റിവൈൻഡ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എന്ത് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ചാർജിങ് ബൈ കണ്ടക്ഷൻ ഡെഫിനിഷൻ എന്താണ്? അത് ഡെഫിനിഷൻ ആണ് നിൽക്കട്ടെ. എന്താണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ? ചാർജ്ഡ് ബോഡി ഇൻ കോണ്ടാക്ട് വിത്ത് അൺചാർജ്ഡ് ബോഡി. ദ അൺചാർജ്ഡ് ബോഡി ഗെറ്റ് ദ ചാർജ് ഓഫ് ഏത് ബോഡിയാ? ചാർജ്ഡ് ബോഡി. അങ്ങനത്തെ കാര്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഈ കണ്ടക്ഷൻ വഴി ചെയ്യുമ്പോൾ ചാർജ്ഡ് ബോഡിയുടെ ചാർജ് ഏതായിരുന്നു? നമ്മൾ ശ്രദ്ധിക്കേ. ചാർജ്ഡ് ബോഡിയുടെ ചാർജ് ഏതായിരുന്നോ അതേ ചാർജ് തന്നെയാണ് ആർക്കും കിട്ടുന്നത്, അൺചാർജ്ഡ് ബോഡിക്കും കിട്ടുക എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ എന്തുണ്ട്? രണ്ട് ബോഡീസ് തമ്മിൽ കോണ്ടാക്ട്. അപ്പൊ ഇൻഡക്ഷൻ എന്തായിരിക്കും? കോണ്ടാക്ട് ഇല്ല. കണ്ടക്ഷൻ അവസാനിപ്പിച്ചോട്ടെ. അപ്പൊ ഒരു കാര്യമുണ്ട്, കണ്ടക്ഷൻ വഴി ചാർജ് ചെയ്യുമ്പോൾ ചാർജ്ഡ് ബോഡിയിലുള്ള അതേ ചാർജ് തന്നെയാണ് അൺചാർജ്ഡ് ബോഡിയിൽ വരുന്നത് കേട്ടോ. ചാർജ്ഡ് ബോഡിയിലുള്ള അതേ ചാർജ് തന്നെയാണ് അവിടെ വരുന്നത് അൺചാർജ്ഡ് ബോഡിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. കൂടുതൽ ഒന്നുമില്ല. അത് ഈ പടം ഒന്നും വരയ്ക്കണമെന്നില്ല. ഡെഫിനിഷൻ എഴുതിയോ? ഇതൊന്നും എന്ത് ചെയ്യാനും പോണില്ല. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാനും പോണില്ല. അത് നമുക്ക് അങ്ങോട്ട് എത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കില്ല. പെട്ടെന്ന് വന്നിട്ട് റൂംസിൽ പറയാൻ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഡെവലപ്പ് ചെയ്ത് പോകണമെന്ന് മാത്രം. അടുത്ത എന്താ? ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി അല്ലെ? രണ്ട് മാറ്റങ്ങൾ. എന്താ? ഇൻഡക്ഷൻ. ഇതിപ്പോ അവിടെ ബോർഡിൽ ഇങ്ങനെ ഡെഫിനിഷൻസ് വരുന്ന കൈയോടെ എഴുതിയെടുത്തോ. അവിടെ പറഞ്ഞ സമയങ്ങളല്ല. ഇൻഡക്ഷനിൽ അപ്പൊ എന്താ ഭാഷ ഷോർട്ട് ആയിട്ട് എഴുതണ്ടേ? എന്തായിരിക്കും? നോ കോണ്ടാക്ട് അല്ലെ? വിത്തൗട്ട് ടച്ചിങ് ആണ്. നോ കോണ്ടാക്ട്. അപ്പൊ എങ്ങനെയാണ് ഇൻഡക്ഷൻ വഴി ചാർജ് ചെയ്യണേ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പൊ ചാർജ്ഡ് ബോഡിയും അൺചാർജ്ഡ് ബോഡിയും തമ്മിൽ ഇവിടെ എന്ത് വരാൻ പാടില്ല? കോണ്ടാക്ട് വരാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ രണ്ട് ബോഡീസ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് നമ്മൾ. ബോർഡ് ശ്രദ്ധിച്ച മക്കളെ. അതായത് ഇതൊരു ബോഡി. എന്ത് ബോഡിയാ? അത് അൺചാർജ്ഡ് ബോഡിയാണ്. ഇത് അടുത്ത ബോഡി. ഓ, ഇവിടെ മുട്ടണല്ലോ മക്കളെ. വരയ്ക്കട്ടോ, വരയ്ക്കാൻ പറഞ്ഞിട്ട് വരച്ചാൽ മതി. ഇത് രണ്ടും എന്ത് ബോഡിയാ?
ഒന്ന് പറയടാ, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാം. രണ്ട് എന്ത് ബോഡിയാ? അല്ല, രണ്ടും അൺചാർജ്ഡ് ബോഡിയാണ്. രണ്ടെന്ത് ബോഡിയാ? അൺചാർജ്ഡ് ആണ്. ചാർജ്ഡ് കൊണ്ടുവരണേ ഉള്ളൂ. അപ്പൊ രണ്ട് അൺചാർജ്ഡ് ബോഡീസ് നമ്മൾ എടുത്തു. ഡെഫിനിഷൻ എഴുതാട്ടോ. ഇനി അല്ല, എഴുതാൻ കഴിഞ്ഞിട്ട് എഴുതി തരാം. എഴുതല്ലേ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതെന്ത് ബോഡി ആയിരിക്കും? ഇതെന്ത് ബോഡി ആയിരിക്കും? ചാർജ്ഡ് ബോഡി. നെഗറ്റീവ് ചാർജ് ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇതെന്ത് ബോഡിയാ? പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ്. മുട്ടിച്ചാ മാഷായി ഫോൺ വന്നിട്ട്? ഇല്ല, അൺചാർജ്ഡ് ബോഡിന്ന് മുട്ടിച്ചിട്ടില്ല കേട്ടോ. എന്റെ അടുത്തേക്ക് എത്തിച്ചിട്ട് ഈ അൺചാർജ്ഡ് ബോഡിയിൽ ചാർജ് ഉണ്ടോ? അതൊന്ന് ശരിയാക്കണം കേട്ടോ. ഈ അൺചാർജ്ഡ് ബോഡിയിൽ ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ചാർജ് ഉണ്ടോ? ഉണ്ട്. എന്താ പ്രത്യേകത? ഈക്വൽ ആയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. എന്താണ്? ഈക്വൽ ആയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലേ ലക്ഷ്മി? എനിക്ക് വയ്യാണ്ടായ കാലത്ത് തന്നെ കാണില്ലേ എവിടെ ഇരുന്നിട്ട്? കുഴപ്പമില്ലല്ലോ. എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ചാർജ്ഡ് ബോഡിയിൽ അല്ല, അൺചാർജ്ഡ് ബോഡിയിൽ ചാർജ് ഉണ്ടോ? ചാർജ് ഉണ്ട്, പക്ഷെ ഈക്വൽ ചാർജസ് ആണ്. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? ഇവിടെ വന്ന് നിൽക്കുമ്പോ അല്ലേ അല്ലേ അപ്പൊ ഇതിലപ്പോ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ഇവിടെ കുറെ പോസിറ്റീവ് ചാർജിനെ കാണുമ്പോ ഇത് രണ്ടും ഇതിപ്പോ ആക്ച്വലി ഒരു ബോഡി പോലെയാ അല്ലെ? ശരിക്കും ടച്ച് ചെയ്തിരിക്കുന്ന ഒറ്റ സിംഗിൾ ബോഡി പോലെ. ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ള കാരണം എന്ത് ചെയ്യും? ഈ ബോഡീസിലുള്ള ഏത് ചാർജ്? നെഗറ്റീവ് ചാർജ്. ഈ ബോഡിയിലുള്ള നെഗറ്റീവ് ചാർജ് മുഴുവനും ഈ ഭാഗത്തേക്ക് വന്ന് നിൽക്കും. കുഴപ്പമില്ലല്ലോ. കാരണം എന്തുകൊണ്ടാ? കാരണം പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും അല്ലെ? പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യും. ഓപ്പോസിറ്റ് ചാർജസ് ആർ അട്രാക്ട്. ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് എഴുതുന്ന നമ്മളെ റൂള്. പക്ഷെ ഇവരെന്നെ ആർക്ക് ഇഷ്ടമുണ്ടാവില്ല? ഈ ബോഡിയിലുള്ള ആർക്ക് ഇഷ്ടമുണ്ടാവില്ല? പോസിറ്റീവിനെ ഇഷ്ടമുണ്ടാവില്ല. അവ എന്ത് ചെയ്യും? അകന്നു പോകാൻ ശ്രമിക്കുക അല്ലെ? ദേ വിൽ റിപ്പൽ. അപ്പൊ രണ്ട് ബോഡിയിലും കൂടിയുള്ള നെഗറ്റീവ് ചാർജ് മുഴുവനും ആരെ അടുത്തേക്ക് പോയി? പോസിറ്റീവ് ചാർജിന്റെ അടുത്തേക്ക് പോയി. പോസിറ്റീവ് ചാർജ് മുഴുവൻ എങ്ങോട്ട് വന്നു? നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബോഡിയിലേക്ക് വന്നു. ഇപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ? ഇനി എന്താ ചെയ്യണ്ടേ? നിങ്ങൾ പറഞ്ഞോ. ഇനി എന്ത് ചെയ്യുക? ഈ രണ്ട് ബോഡീസ് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെയാണ് നിൽക്കണം. ഇങ്ങനെ നിർത്തവരാണ്. ഈ രണ്ട് ബോഡീസ് പിടിക്കുക. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യുക? അകത്തണോ? ഞടിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണ്ടേ? അകത്തുക. പെട്ടെന്ന് അകത്തിയപ്പോ എന്താ സംഭവിച്ചേ? ആ രണ്ട് ബോഡിയിലും ഉണ്ടായിരുന്ന നെഗറ്റീവ് ചാർജ് മുഴുവൻ ഏത് ബോഡിയിൽ ലോക്കായി? ഈ ബോഡിയിൽ ലോക്കായി. പോസിറ്റീവ് ചാർജ് മുഴുവൻ ഏത് ബോഡിയിൽ ലോക്കായി? അപ്പുറത്തെ ബോഡിയിൽ ലോക്കായി. നമ്മളാണെങ്കിൽ കോണ്ടാക്ട് എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ഇങ്ങോട്ട് അങ്ങോട്ട് ചാടാൻ പറ്റുമോ? ഇല്ല. ഈ സാധനം ഇവിടുന്ന് റിമൂവ് ചെയ്തോ? കുഴപ്പമില്ല. ഏതാ? ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്തു. ഇത് റിമൂവ് ചെയ്താലും പ്രശ്നമാണ്. ഇപ്പൊ ഇവിടെ എന്ത് ചാർജ് കൂടുതലായിരിക്കും? നെഗറ്റീവ് ചാർജ് കൂടുതലായിരിക്കും. അപ്പൊ ഇത് എന്ത് ചാർജ് ആയിട്ടുണ്ടാവും? നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുണ്ടാവും. ഇത് എന്ത് ചാർജ് ആയിട്ടുണ്ടാവും? ആദ്യം രണ്ടിനും എന്തുണ്ടായിരുന്നില്ല? ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ചാർജ്ഡ് ബോഡിയും അൺചാർജ്ഡ് ബോഡി എന്താണ്? ഇത് അവിടെ റോഡ് ഒരു ഇടുത്തടി അതിലടിക്കണതാ വണ്ടിയിൽ വന്നിട്ട് അല്ലെ? ശ്രദ്ധിക്കുക. അപ്പൊ എന്താ? അല്ലല്ലോ, ഇതൊക്കെ എന്താ പൊട്ടാന്നോ? ബ്രഹ്മ. അപ്പൊ എന്താ? ചാർജ്ഡ് ബോഡിയും അൺചാർജ്ഡ് ബോഡിയും തമ്മിൽ എന്തില്ല? കോണ്ടാക്ട് ഇല്ല. ചാർജ്ഡ് ബോഡിയും അൺചാർജ്ഡ് ബോഡിയും തമ്മിൽ എന്തില്ല? കോണ്ടാക്ട് ഇല്ല എന്നുള്ളതാണ്. ചാർജ്ഡ് ബോഡിയും അൺചാർജ്ഡ് ബോഡിയും തമ്മിൽ എന്തില്ല? കോണ്ടാക്ട് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ കോണ്ടാക്ട് ഇല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? നോ കോണ്ടാക്ട്. എന്താ? ചാർജിങ് ബൈ പറയോ? ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പൊ ചാർജിങ് ബൈ ഇൻഡക്ഷനും ചാർജിങ് ബൈ കണ്ടക്ഷനും. ചാർജിങ് ബൈ ഇൻഡക്ഷനിൽ എന്തില്ല? ആരൊക്കെ തമ്മിൽ കോണ്ടാക്ട് ഇല്ല? ചാർജ്ഡ് ബോഡി അൺചാർജ്ഡ് ബോഡിയും തമ്മിൽ കോണ്ടാക്ട് ഇല്ല. ചാർജിങ് ബൈ ഇൻഡക്ഷനിൽ കോണ്ടാക്ട് ഇല്ല. ഏതിൽ കോണ്ടാക്ട് ഉണ്ട്? കണ്ടക്ഷനിൽ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ മോശം, ഇവിടെ എന്ത് ചാർജാ? ഇപ്പുറത്തെ എന്ത് ചാർജാ? അപ്പൊ ഈ ചാർജ്ഡ് ബോഡിയിൽ ഉണ്ടായിരുന്ന ചാർജിന്റെ നേരെ ഓപ്പോസിറ്റ് ചാർജ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്തത്. ശരിയല്ലേ? ചാർജ്ഡ് ബോഡിയിൽ ഉണ്ടായിരുന്ന ചാർജിന്റെ നേരെ ഓപ്പോസിറ്റ് ചാർജ് ആണ് ഇവിടെ എന്ത് ചെയ്തത്? ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതും കൂടെ ഒരു വ്യത്യാസമുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതാം. when a charged body brought near എന്നേ ഉള്ളൂ അല്ലെ? when a charged body brought near to an uncharged body, brought near to an uncharged conductor, brought near to a uncharged conductor,
അൺചാർജ്ഡ് കണ്ടക്ടർ ബ്രോട്ട് നിയർ ടു എ അൺചാർജ്ഡ് കണ്ടക്ടർ ബ്രാക്കറ്റിൽ എന്താ വിത്തൗട്ട് ടച്ചിങ്. അത് മെയിൻ സാധനമാണ് അല്ലെ. വിത്തൗട്ട് ടച്ചിങ് കൊണ്ട് മുട്ടിച്ചു കഴിഞ്ഞാൽ കണ്ടക്ഷൻ ആയി. വിത്തൗട്ട് ടച്ചിങ് ടച്ച് ചെയ്യാതെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ദ എൻഡ് ഓഫ് ദ അൺചാർജ്ഡ് കണ്ടക്ടർ വിച്ച് ഈസ് നിയർ ടു ദ ചാർജ്ഡ് ബോഡി, the end of the uncharged conductor എന്താണ്? which is near to the charged body, ചാർജ്ഡ് ബോഡിയുടെ അടുത്തുള്ള അൺചാർജ്ഡ് ബോഡിയുടെ ഭാഗം എന്താണ്? ഗെറ്റ് ഓപ്പോസിറ്റ്ലി ചാർജ്. ബോർഡിലുണ്ട് കേട്ടോ. ഗെറ്റ്സ് oppositely charged. Opposite ആയിട്ട് എന്താണ്? ചാർജ്ഡ് ആവും. oppositely charged and the further end is charged with the same type of charge. oppositely charged വരെ മതി. കൂടുതൽ എഴുതണ്ട. ക്ലിയർ? വേണമെങ്കിൽ ഈ പടം ഒന്ന് ഇങ്ങനെ വരച്ചു വെക്കാം. ശരിക്കും ഇത് ഘട്ടമായിട്ടാണ് വരയ്ക്കുക. ശരിക്കും ആദ്യം രണ്ടെണ്ണം വെക്കും, പിന്നത്തെ പടം കൊണ്ടുവരുന്ന പടം, പിന്നത്തെ പടം ഡെവലപ്പ് ചെയ്യുന്ന പടം, പിന്നത്തെ പടം രണ്ടും അകത്തി വെക്കുന്ന പടം. ഇതുപോലെ തൽക്കാലം അതിങ്ങനെ വരയ്ക്കാം. 4 പടമായിട്ട് വരയ്ക്കുന്നവർക്ക് വരയ്ക്കാം. ഇങ്ങനെ 4 പടമായിട്ട് വരയ്ക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് ഇങ്ങനെ രണ്ടും കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന 2 അൺചാർജ്ഡ് ബോഡി. നിർബന്ധമില്ല കേട്ടോ. മനസ്സിലാവുന്നവർക്ക് അല്പിന്നീട് നോക്കണം എന്നിട്ട് വരച്ചാൽ മതി. പിന്നെന്താ? പിന്നെ ഇതിന്റെ അടുത്ത് വേറെ ബോഡി കൊണ്ടുവരും അല്ലേ? അല്ലെ? അപ്പൊ ഇവിടെ പോസിറ്റീവ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഇനി എന്ത് ചെയ്യാം? മറ്റേ അടുത്ത് മാറ്റുക അല്ലെ? മാറ്റി കഴിയുമ്പോ അത് രണ്ടായിട്ടിരിക്കും. മാറ്റുമ്പോ ഇതിൽ നെഗറ്റീവും ഇതിൽ പോസിറ്റീവും. 4 ഘട്ടമായിട്ടൊക്കെ വരയ്ക്കാം. നിർബന്ധം ഇല്ല. കൺസെപ്റ്റ് അത്ര പരീക്ഷയാണ് ചോദിക്കാറുണ്ട്. എഴുതിയോ? ക്ലിയർ? കുഴപ്പമില്ലല്ലോ. മറ്റേ പടം നിർബന്ധമില്ല കേട്ടോ. ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. എന്താ? when a charged body brought near to a uncharged conductor. ചാർജുള്ള ബോഡി നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരികയാണ്? ഒരു അൺചാർജ്ഡ് കണ്ടക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. എങ്ങനെയാണ്? വിത്തൗട്ട് ടച്ചിങ് the end of the uncharged conductor which is near to the charged body get oppositely charged. Okay, simple ആണല്ലേ? when a charged body brought near to an uncharged conductor without touching the end of the uncharged conductorന്റെ ഒരു ഭാഗം which is near to the charged body, ചാർജ്ഡ് ബോഡിയുടെ അടുത്തുള്ള ആൾ നേരെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആവും. മറ്റേ ഭാഗം അപ്പൊ എന്തായിരിക്കും? ആ ചാർജ്ഡ് ബോഡിയിലുള്ള എന്ത് ചാർജാ? സെയിം ചാർജാ ഡിഫറെന്റ് ചാർജാ? സെയിം ചാർജ് തന്നെ വരും. അതായത് ചാർജ്ഡ് ബോഡിയുടെ അടുത്തിരിക്കുന്ന ആൾക്ക് എന്ത് ചാർജാ? പറയേ. ചാർജ്ഡ് ബോഡിയുടെ അടുത്തിരിക്കുന്ന ആൾക്ക് എന്ത് ചാർജാ? അറ്റത്തിരിക്കുന്ന ആൾക്ക് എന്ത് ചാർജാ? സെയിം ചാർജ്. കണ്ടക്ഷനിൽ എന്തായിരുന്നു? എന്ത് ചാർജ് ആയിരുന്നു കണ്ടക്ഷനില്? പറയേ. കണ്ടക്ഷനിലെ കോണ്ടാക്ട് വരുന്ന ബോഡിക്ക് എന്ത് ചാർജാ? സെയിം ചാർജ്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ഈ പറയുന്ന കാര്യങ്ങൾ. ഇനി ഒരു ഗോൾഡ് ലീഫ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. സ്റ്റേറ്റ്മെന്റ് ഡ്യൂറിംഗ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അതിന്റെ ഒരു കാര്യം നോക്കാം. എഴുതണ്ട, കേട്ടാ മതി. ഡ്യൂറിംഗ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്താണ്? ഡ്യൂറിംഗ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ ന്യൂ ചാർജസ് ആർ ക്രിയേറ്റഡ് ഇൻ ദ ബോഡി. ഈ ബോഡി നമ്മൾ ഇൻഡക്ഷൻ വഴി ചാർജ് ചെയ്യുമ്പോൾ പുതിയ ചാർജസ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആലോചിച്ച് പറഞ്ഞു. കോണ്ടാക്ട് ഇല്ല കേട്ടോ. പുതിയ ചാർജസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? പറഞ്ഞേ. പുതിയ ചാർജസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ഇതായിരുന്നു അവിടെ ബോഡി അല്ലേ? ആണോടാ? ഈ ബോഡിയിൽ പുതിയ ചാർജ് വന്നിട്ടുണ്ടോ? ഇല്ല. എന്തുണ്ടായിക്കണേ? ഉള്ള ചാർജ് ഒന്ന് റീഡിസ്ട്രിബ്യൂട്ടഡ്. ഉള്ള ചാർജ് എന്തായി? റീഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്ന പറഞ്ഞാൽ ഉള്ള ചാർജ് ഒന്ന് മാറി നിൽക്കുകയാണ്. അത് മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. പുതിയ ചാർജ് എവിടെയെങ്കിലും പൊട്ടി മുളച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പൊട്ടി മുളയ്ക്കാൻ പറ്റുമോ? ഇല്ല. ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് ആണ്. അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് എപ്പോഴും കൺസർവ്ഡ് ആയിരിക്കും. അതിലേക്കാണ് നമ്മൾ വരിക. ഓക്കെ, അപ്പൊ അങ്ങനൊരു എന്താണ് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ശ്രദ്ധിക്കുക, അടുത്ത ഹെഡിങ് കൊടുക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്.
അതിന് മുൻ കുഴപ്പമില്ല. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഫസ്റ്റ് പോയിന്റ് ചെയ്ത അഡിറ്റീവ് പ്രോപ്പർട്ടി. അഡിറ്റീവ് പ്രോപ്പർട്ടി ചാർജസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് വരുന്നതാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി. അതായത് ചാർജസ് നമുക്ക് ടോട്ടൽ കിട്ടാനായിട്ട് ചുമ്മാ ആഡ് ചെയ്തിട്ടാണ്. അതായത് ബോർഡിലൊന്ന് ശ്രദ്ധിച്ചേ, ഇത് ഒരു ബോഡി, പെട്ടെന്ന് ശ്രദ്ധിക്കും. പക്ഷെ ഇവിടെ ഒരു +5 കൂളോംബ് ചാർജ് വെച്ചു, -5 കൂളോംബ് ചാർജ് വെച്ചു. ടോട്ടൽ ചാർജ് എത്രയാ? ടോട്ടൽ ചാർജ് എത്രയാ? പറയേ, ടോട്ടൽ ചാർജ് എത്രയാ? 0. ടോട്ടൽ ചാർജ് എത്രയാ? 0. ടോട്ടൽ ചാർജ് എത്രയാ? 0. അവിടെ നിങ്ങൾ എന്താ ചെയ്തേ? 5 പ്ലസ് -5 -5. അടുത്തത് ഇവിടെ 5 കൂളോംബ്, ഇവിടെ 3 കൂളോംബ്. ടോട്ടൽ ചാർജ് എത്രയാ? 8 കൂളോംബ്. രണ്ടും പോസിറ്റീവ് ആണ് കേട്ടോ, രണ്ടും പോസിറ്റീവ് ആണ്. എത്ര കൂളോംബ്? 8 കൂളോംബ്. അടുത്തത് ഇവിടെ -3 കൂളോംബ്, ഇവിടെ -4 കൂളോംബ്. എത്രയാ? -7 കൂളോംബ്. നോർമൽ അൽജീബ്ര അല്ലേ ചെയ്യണ്ടോ? അതെ, നമുക്ക് ചാർജസ് സാധാരണ പോലെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. സാധാരണ ചാർജസ് ആഡ് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ആഡ് ചെയ്യുന്ന പോലെ എന്ത് ആഡ് ചെയ്യാം? ചാർജ് ആഡ് ആക്കാം എന്നുള്ളതാണ്. ഇതാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി. ചാർജസ് ചുമ്മാ ആഡ് ചെയ്ത് വെക്കാം, നോ പ്രോബ്ലം, കുഴപ്പമില്ലല്ലോ. അപ്പൊ ചാർജസ് ആഡ് ചെയ്യാൻ ഈ വെക്ടർ ഒക്കെ എടുത്തിട്ട് വരണം. വെക്ടർ അഡീഷൻ പഠിച്ചിട്ടുണ്ടല്ലേ കഴിഞ്ഞല്ലോ? അങ്ങനെ ആഡ് ചെയ്യേണ്ട സാധനമാണോ? അല്ല. സാധാരണ സ്കെയിലാർ നമ്മൾ ഒരു കല്ലിന്റെ കണക്ക് എങ്ങനെയാണോ പറയുന്നത് അല്ലേ, അതുപോലെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ക്ലിയർ? എങ്ങനെയാണ് എന്ന് പറയുന്നത്? അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് എഴുതാം, അഡിറ്റീവ് പ്രോപ്പർട്ടി ഒന്ന് എഴുതാം. If a system contains n charges, ഒരു സിസ്റ്റത്തില് n charges ഉണ്ടെന്ന് കരുതുക. If a system contain n charges, Q1, Q2, Q3, then the total charge of the system is, പറഞ്ഞേ, എന്താ ടോട്ടൽ ചാർജ് വരിക? Q1 പറയേ, Q1 പ്ലസ് Q2 പ്ലസ് അങ്ങനെ പോവാം, എക്സെട്ര പോവാം. വല്ല ബുദ്ധിമുട്ടുണ്ടോ? അടുത്ത പ്രോപ്പർട്ടി കൊടുക്കുക. കൺസർവേഷൻ ഓഫ് ചാർജ്. കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. എന്താണ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്? നോക്കാം. കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും മാഷ് പറഞ്ഞോ പുതിയ ചാർജ് ഉണ്ടായി എന്ന് പറഞ്ഞോ? ഇല്ല. ചാർജ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ ചാർജ് ഉണ്ടാവൂല. ഉള്ള ചാർജ് എവിടെയും കാണാണ്ട് പോവില്ല. എന്ത് നടക്കും? വേണമെങ്കിൽ എന്ത് നടക്കും? ട്രാൻസ്ഫർ നടക്കും, എനർജിയുടെ പോലെ തന്നെ. പക്ഷെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. എനർജി പോലെ തന്നെ അല്ലെ? അപ്പൊ എന്തായിരിക്കും സ്റ്റേറ്റ്മെന്റ്? ആദ്യം പറഞ്ഞേ, ചാർജസ് ക്യാൻ neither be created nor be destroyed but can be from one body to another. പെട്ടെന്ന് എഴുതി അവസാനിപ്പിച്ചേ. ചാർജസ് can neither be created nor be destroyed but can be transferred from one body to another. But can be transferred from one body to another. ഒരു ബോഡിന്ന് നമുക്ക് വേറൊരു ബോഡിയിലേക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. കൺസർവേഷൻ ഓഫ് ചാർജ്. കൺസർവേഷൻ ഓഫ് ചാർജ്. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മറ്റേത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട പരീക്ഷ ചോദിക്കാറുണ്ട്. ക്വാണ്ടൈസേഷൻ, അതായത് ക്വാണ്ടൈസേഷൻ കഴിഞ്ഞ കൊല്ലം ക്വാണ്ടം തിയറി പഠിച്ചിട്ടില്ലേ? അതേ കൺസെപ്റ്റ് തന്നെ. ഒരു കടയിൽ പോയിട്ട് നിങ്ങൾ എന്താ പറയാ? കോഴിമുട്ട വാങ്ങാൻ പോയി കഴിഞ്ഞാൽ എന്താ പറയാൻ പറ്റുക നമുക്ക്? ഒന്നല്ലെങ്കിൽ നിങ്ങൾ എന്തെന്ന് പറയാ? ഒരു കോഴിമുട്ട എന്ന് പറയാം അല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്താ പറയാൻ പറ്റുള്ളൂ? ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാൻ പറ്റുള്ളൂ? ഒന്ന് കഴിഞ്ഞാൽ അത്രേ പറയാൻ പറ്റുള്ളൂ. മിനിമം 2 എണ്ണം വേണം എന്ന് പറയും. അല്ലെങ്കിലോ പറയേ 3 എണ്ണം അല്ലെങ്കിൽ 4. ഇപ്പൊ ഞാൻ സഞ്ജയനെ ഒരിക്കലും ഇവിടെ കുറച്ച് മുട്ട വാങ്ങിട്ട് വരാൻ പറഞ്ഞു, എണ്ണൊന്നും പറഞ്ഞില്ല. അപ്പൊ എന്തായാലും മേടിച്ചു കൊണ്ടിരുന്ന മുട്ടകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു മുട്ടയുടെ എന്തായിരിക്കും? മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ? പോയിട്ട് ആള് 2.5 മുട്ട മേടിച്ചുകൊണ്ടിരും. അങ്ങനെ മേടിച്ചുകൊണ്ടിരാൻ പറ്റുമോ? ഇല്ല. ക്വാണ്ടൈസേഷൻ അങ്ങനെ മേടിച്ചുകൊണ്ടിരാൻ പറ്റുമോ? ഇല്ല. വെളിച്ചെണ്ണയ്ക്കാണെങ്കിൽ അങ്ങനെ പറ്റും അല്ലെ? മറ്റേതാകാൻ പറ്റുമോ? ഇല്ല. അപ്പോ നമ്മുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പോ
ഏതൊരു ചാർജ് എടുക്കുകയാണെങ്കിലും ബേസിക് ആയിട്ട് എന്താണ്, നമ്മളിപ്പോ ഒരു മുട്ടയുടെ കാര്യം പറഞ്ഞു അല്ലെ, ഇവിടെ ഒരു എഗ്, ഈ എഗിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ചാർജസിന്റെ കേസിലുള്ള ആ ഒരു എഗ് എന്ന് പറയുന്നത് എന്താ, ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. എന്താണ് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ? ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ, ദാറ്റ്സ് ഓൾ. അപ്പൊ ഒരു കോഴിമുട്ട എന്ന് പറയുന്നത് പോലെയാണ് ആരുടെ ചാർജ്? ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. അതായത് ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. എന്താ ഒരു ഇലക്ട്രോണിന്റെ ചാർജ്? അപ്പൊ നിങ്ങൾക്ക് ഒരു ഇലക്ട്രോണിന്റെ ചാർജിന്റെ സിമ്പിൾ എന്താ? ഇ ആണോ? ഇയുടെ വാല്യൂ എത്രയാ പറഞ്ഞേ? ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ പറയേ? 1.6 into 10⁻⁻19 കൂളോം ആണോ? കഴിഞ്ഞ പഠിച്ചിട്ടില്ലല്ലേ? 1.6 into 10⁻⁻19 കൂളോം ആണ് ഇലക്ട്രോണിന്റെ ചാർജ്. എതിർപ്പില്ലല്ലോ. ഇതൊരു മുട്ട അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? ഒന്നല്ലെങ്കിൽ എന്ത് പറയാം? പറയടാ. അല്ലെങ്കിൽ അപ്പൊ ഇവിടെ എന്ത് പറയാം? ഒന്നല്ലെങ്കിൽ ഒരു ഇ. ഇനി എത്രയുള്ളൂ? 2 ഇ. ഇനി എത്രയുള്ളൂ? 3 ഇ. എത്ര ഇയാ? 4 ഇ, 5 ഇ, അങ്ങനെ എത്ര ഇയാ? n ഇ. എന്നിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എത്രയാ? 1, 2, 3, 4. നിങ്ങൾ എവിടെ ചാർജ് എടുത്താലും അതൊരു ഇലക്ട്രോണിന്റെ ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ മാത്രമായിരിക്കും. നിങ്ങൾ എവിടുന്ന് ഒരു ചാർജ് എടുത്ത് കൊണ്ടുവന്നാലും അത് ഒരു ഇലക്ട്രോണിന്റെ ചാർജിന്റെ എന്തായിരിക്കും? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ. എന്ത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ? 1, 2, 3, 4. അതാണ് എന്ത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ. ഐഡിയ മനസ്സിലായ? നിങ്ങൾ എവിടെ ഒരു ചാർജ് എടുത്താലും അത് ഒരു ഇലക്ട്രോണിന്റെ ചാർജിന്റെ എന്തായിരിക്കും? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. അത് മുകളിൽ മുട്ടയുടെ കഥ പറഞ്ഞ പോലെ. അത് നിങ്ങൾക്ക് ഒരിക്കലും എങ്ങനെ ഒരു ചാർജ് കൊണ്ടുവരാൻ പറ്റില്ല. പറയൂ. 1.5 into ഇ. ഇ എന്ന് വെച്ചാൽ എന്താ? ഇ എന്ന് വെച്ചാൽ എന്താ? ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. അതിന്റെ 1.5 എടുത്ത് കൊണ്ടുവരാൻ പറ്റുമോ? 1.5 ടൈംസ് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് കൊണ്ടുവരാം? 1 കൊണ്ടുവരാം, അല്ലെങ്കിൽ എത്ര കൊണ്ടുവരാൻ പറ്റും? പിന്നെ എത്ര കൊണ്ടുവരാൻ പറ്റുള്ളൂ? അങ്ങനെ അത് കൂടുള്ളൂ. അപ്പൊ ടോട്ടൽ ചാർജ് ടേക്കൺ ഈസ് ഓൾവേസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ. അപ്പൊ ടോട്ടൽ ചാർജ് ക്യൂ ആണെന്ന് എഴുതുക. ഈ ക്യൂ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ആരാ? എൻ. പ്ലസ് ഓർ മൈനസ് ആരാ? അപ്പൊ ആ ഇക്വേഷൻ സ്റ്റേറ്റ്മെന്റ് ആക്കിയേ. ദ ടോട്ടൽ ചാർജ് ടേക്കൺ ഈസ് ഓൾവേസ് ഈക്വൽ ടു എന്താ? ഇന്റഗ്രൽ multiple of charge of an electron. Integral multiple of charge of an electron. The total charge taken is equal to the integral multiple of electron. Electron എന്തായിരിക്കും? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ട് മാത്രമേ നമുക്ക് അത് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളത്. കുഴപ്പമില്ലല്ലോ. സംശയം എന്താ? ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതൊന്ന് നോട്ടാക്കാം. കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ടായിട്ട് എഴുതാ. ഇൻ ദ യൂണിവേഴ്സ്, ഇന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാം കേട്ടോ. ഇൻ ദ യൂണിവേഴ്സ്, in the universe, charge of any body is an integral multiple of E. Charge of any body is an integral multiple of E. അയ്യോ, E എന്ന് എഴുതണ്ട. Integral multiple of charge of an electron ബ്രാക്കറ്റിൽ E. 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 ഇക്വേഷൻ മാർക്ക് ചെയ്ത് Q equal to plus or minus NE. Q equal to എന്താണ്? Plus or minus NE. Q equal to plus or minus NE. Q equal to plus or minus NE. അപ്പൊ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ട്രൂ ഓർ ഫാൾസ് എന്ന് പറഞ്ഞ് 1.5 എക്സിസ്റ്റ് ചെയ്യോ? നോൺ എക്സിസ്റ്റന്റ് ആണോ? നോൺ എക്സിസ്റ്റന്റ് ആണ്. ഫാൾസ് ആണ് അല്ലെ? അങ്ങനെ പറ്റില്ല. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ അത്രയാണ് എന്ത് വരുന്നത് അവിടുത്തെ കാര്യങ്ങൾ. അപ്പൊ അവിടെ 1-2 ചെറിയ പ്രോബ്ലംസ് ഒന്ന് നോക്കാം. കാൽക്കുലേറ്റർ കൊണ്ടുവന്നിട്ടാ? കാൽക്കുലേറ്റർ ഒന്ന് എടുത്ത് വെച്ചേ. 1-2 ചെറിയ പ്രോബ്ലംസ് ചെയ്തിട്ട് നമുക്ക് അടുത്തേക്കാണ് കൂളോംസിലോ എന്ന് പഠിപ്പിക്കാം. ചെറിയൊരു ഒരെണ്ണം ചെയ്യാൻ തൽക്കാലം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇക്വേഷൻ എഴുതി വെച്ചില്ലേ? Q equal to NE. ഇക്വേഷൻ എഴുതി വെച്ചോ? Q equal to NE കേട്ടോ. ഇലക്ട്രോണിന്റെ ചാർജ് അറിയാത്തൊരു മാർക്ക് ചെയ്ത് വെച്ചോ. ഇയുടെ വാല്യൂ എത്രയാണ്? 1.6 into 10⁻⁻19 കൂളോം. 1.6 into 10⁻⁻19 കൂളോം. എഴുതാം. എന്താ എഴുതണ്ടേ? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. Calculate the number of electrons in 1 coulomb of charge.
Calculate the number of electrons in 1 coulomb of the charge. Calculate the number of electrons in 1 coulomb of charge. 1 coulomb of charge. ഒരു കൂളോമ്പിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പൊ ടോട്ടൽ ചാർജ് ഇപ്പോൾ ഇവിടെ എത്രയാ നോക്കാം. ഇവിടെ ബോർഡിൽ നോക്കിയേ. ടോട്ടൽ ആയിട്ട് തന്നെയാണ് ചാർജ് എത്രയാ പറയടാ മക്കളെ. 1 കൂളോമ്പ്. നമുക്ക് എന്താ കാണണ്ടേ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എത്ര ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പൊ എന്താ കാണണ്ടേ? n കാണണം. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? 1.6 × 10⁻⁻⁹ കൂളോം. അപ്പൊ എന്നല്ലേ കാണണ്ടേ? ഇക്വേഷൻ പറഞ്ഞ Q = ആരാ? അപ്പൊ n കിട്ടാൻ എന്താ ചെയ്യണ്ടേ? Q / E ആണ് എന്ത്? n വരിക. ആണോ? Q എത്രയാ? പറയേ. 1. E എത്രയാ? 1.6 × 10⁻⁹. അപ്പൊ എന്ത് കിട്ടും? അതിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്നുള്ളത് കിട്ടും. ചെയ്യുന്നത് പറയാം. ബ്രാക്കറ്റ് അടിച്ചോളൂ അല്ലെങ്കിൽ തെറ്റൂട്ടാ. അടിയിൽ ബ്രാക്കറ്റ് അടിച്ചോളൂ അല്ലെങ്കിൽ തെറ്റും. അടിച്ചു നോക്കണ. E അല്ല, അതല്ല, E ആണോ? നോക്ക് അവിടെ നോക്ക്. ആ മാഷിന് ചെയ്തില്ല. കറക്റ്റാണല്ലോ. എന്താ കാണേണ്ടത്? നമുക്ക് കാണേണ്ട എന്താ? 1 കൂളോമ്പിലുള്ള ഇലക്ട്രോൺ. കറക്റ്റ് ആണ് പറഞ്ഞോളൂ. എത്ര? 6.55 ആണോ? 25. 6.25 × 10⁻⁻20. എത്രയാ? 20. 18 ആണ്. മൈനസ് ഇല്ല. മൈനസ് ഉണ്ടാവില്ല. ഇലക്ട്രോണുകളുടെ എണ്ണാണല്ലോ. ആണോടാ? ശരിയാണോ? ഉത്തരം നോക്കിയിട്ടില്ലേട്ടാ മാഷ്. കാൽക്കുലേറ്റർ അതെങ്കിലും അടിച്ച് പറയട്ടാ. ശരി അല്ലേ? ബ്രാക്കറ്റ് ഇട്ടല്ലേ അടിച്ചേ. അത് അടിയിൽ ബ്രാക്കറ്റ് അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റും. അല്ലെങ്കിൽ 1.6 × 10⁻⁻⁹ വരും. അത് ചെയ്യിക്കോ. ബ്രാക്കറ്റ് അടിച്ചോളൂ. നല്ല കറക്റ്റ് ആവും. അത്രയും ഇലക്ട്രോൺസ്. അത്രയും എന്താ? ഇലക്ട്രോൺസ്. ശ്രദ്ധിക്കുക. അടുത്ത ഒരു ചോദ്യം കൂടെ ചെയ്യാം. A polythene piece rubbed with wool. A polythene piece rubbed with wool. എന്ത് ചാർജാ കിട്ടിണ്ടാവുക? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. പോളിത്തീൻ പീസ് റബ്ബഡ് വിത്ത് വൂള്. അപ്പൊ വൂളിന് എന്ത് ചാർജ് ആയിരിക്കും കിട്ടിണ്ടാവുക? പോളിത്തീൻ നമ്മൾ എഴുതിയിട്ടില്ല അല്ലെ? കാറ്റഗറിയിൽ ഇല്ലല്ലോ. റബ്ബഡ് വിത്ത് വൂൾ ഈസ് ഫൗണ്ട് ടു ഹാവ് നെഗറ്റീവ് ചാർജ്. ഈസ് ഫൗണ്ട് ടു ഹാവ്, അത് എപ്പണൈറ്റുകൾ, എപ്പണൈറ്റ് പ്ലാസ്റ്റിക്കുകൾ. ഈസ് ഫൗണ്ട് ടു ഹാവ് negative charge of 3 × 10⁻⁻7 coulomb. 3 × 10⁻⁻7 coulomb. So question A. Estimate the number of electrons transferred. Estimate the number of electrons transferred. Bracket from which to which. Bracket from which to which. Sub question B. Is there a transfer of mass? Is there a transfer of mass? Is there a transfer of mass? Question mark ഇട്ടാ മതി. Is there a transfer of mass? Mass transfer ചെയ്തിട്ടുണ്ടോ? ശ്രദ്ധിക്കുക. ബോളിൽ ശ്രദ്ധിക്കുക. ബോളിന് എന്ത് ചാർജാ കിട്ടിയത് മക്കളെ? ബോളിന് എന്ത് ചാർജാ കിട്ടിയത്? എന്ത് ചാർജാ? ഒക്കെ പറ. നെഗറ്റീവ്. എത്ര ചാർജ് കിട്ടി ബോളിന്? 3 × 10⁻⁻7 coulomb ചാർജ് കിട്ടി. അപ്പൊ ബോളിന് ഇലക്ട്രോൺ കിട്ടുകയാണോ ചെയ്തിട്ടുണ്ടാവുക? അത് ഇലക്ട്രോൺ പോവുകയാണോ ചെയ്തിട്ടുണ്ടാവുക? പറയേ. ഇലക്ട്രോൺ കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്തുകൊണ്ടാ? നെഗറ്റീവ്ലി ചാർജിലാണ്. എത്ര ഇലക്ട്രോൺ കിട്ടിയിട്ടുണ്ടാവും? നമുക്കറിയാം. ഏതൊരു ചാർജ് നമ്മൾ പറഞ്ഞാലും അത് എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? ഒരു ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് ഇക്വേഷൻ പറഞ്ഞേ Q = പറയേ n. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കൂളോമ്പിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിച്ചു അല്ലെ? അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും ചാർജിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിച്ചാൽ മതി. അത്രയും ഇലക്ട്രോൺസ് ആയിരിക്കും ആർക്ക് കിട്ടിയിട്ടുണ്ടാവുക? പറയേ. ആർക്ക് കിട്ടിയിട്ടുണ്ടാവുക? വൂളിന് കിട്ടിയിട്ടുണ്ടാവുക. ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? Q / എന്ത് ചെയ്യാ? E ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും നിങ്ങൾക്ക്? n കിട്ടും. അത്രയും ഇലക്ട്രോൺസ് ആർക്ക് കിട്ടിയിട്ടുണ്ടാവും? വൂളിന് കിട്ടിയിട്ടുണ്ടാവും. കാരണം
ബോളിന് കിട്ടിയ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇലക്ട്രോണിന്റെ ചാർജിന്റെ എന്തായിരിക്കും? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഡബിൾ ആണോ 2 ആണോ? അല്ല, എത്രയാണ് നമ്പർ പറ. ബ്രാക്കറ്റ് ഇട്ട് ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. ബ്രാക്കറ്റ് ഇട്ട് ടൈപ്പ് ചെയ്തോളൂ, അല്ലെങ്കിൽ ശരിയാവില്ല. ആൻസർ പറഞ്ഞില്ലല്ലോ ആരും. 36 26 1.2 into 10 raised to 26 1.8 into 10 raised to 26 കിട്ടിയിട്ടുണ്ടോ നോക്കി. വേറെ ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടോ. 27 ആണ് പറഞ്ഞത്. 10 raised to 12 ആ അപ്പൊ നോക്ക്, എല്ലാവർക്കും 12 ആണല്ലോ പറയണത്. അപ്പൊ അൻവി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി എത്ര കിട്ടിയത്. വെറും 12 അല്ല, 1.8 into 10 raised to 12. ആ ബ്രാക്കറ്റ് മിസ് ആയിട്ടോ എവിടെയെങ്കിലും നോക്കിയാൽ. മുകളിലും താഴെ എന്തിട്ട് കൊടുക്കുക, ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. മനസ്സിലായോ? മുകളിലും താഴെയും ആൻസർ ഇട്ട് കൊടുക്കും. ക്യൂ എത്രയാ? ക്യൂവിന്റെ വാല്യൂ എത്രയാ? 3 into 10 raised to -7. ഈയുടെ വാല്യൂ എത്രയാ? 1.6 into 10 raised to -90. എന്തായി? അപ്പൊ എന്നെ കിട്ടും അല്ലെ? എത്രയാ പറഞ്ഞ ചെയ്യുമ്പോ കറക്റ്റ് ആണോ? 1.8 into 10 raised to 12. അൻവിയുടെ കറക്റ്റ് ആയോ? എന്താ മിക്സിങ് വന്നേ? മുകളിൽ ബ്രാക്കറ്റ് ഇട്ടില്ല, മൈനസ് മാറിപ്പോയി. ശരിയല്ലേ? അടുത്ത കിട്ടിയതല്ല, എല്ലാവർക്കും കിട്ടണ്ട, മനസ്സിലാവണ്ട. ബോളിന് നെഗറ്റീവ് ചാർജ് കിട്ടി. ആ കിട്ടിയ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണിന്റെ എന്തായിരിക്കും? മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെയുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടും. ആദ്യത്തേക്ക് മനസ്സിലായോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ക്ലിയർ? ശ്രദ്ധിക്കുക. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞിരുന്ന മാസ് ട്രാൻസ്ഫർ സംഭവിച്ചിട്ടുണ്ടോ? അവിടെ ആലോചിച്ച് പറയണ്ട. മാസ് ട്രാൻസ്ഫർ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ? ആലോചിച്ച് പറയാന്ന് പറയുമ്പോ കൂടുതൽ ആലോചിച്ചിരിക്കണ്ട. മാസ് ട്രാൻസ്ഫർ സംഭവിച്ചിട്ടുണ്ടാ? അവർക്ക് പറഞ്ഞ ഉണ്ടോ ഇല്ലേ? ഉണ്ട്. കാരണം നെഗറ്റീവ് ചാർജ് ആയി നമ്മൾ ആദ്യം പഠിച്ചു. നെഗറ്റീവ് ആകുമ്പോൾ ഇലക്ട്രോൺ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോണം അല്ലേ? എന്തുകൊണ്ടാണ് ഇതിൽ മാസ് ട്രാൻസ്ഫർ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള കാരണം? ട്രാൻസ്ഫർ ആയി, ഓക്കെ, വെറുതെ ട്രാൻസ്ഫർ ആയില്ല. ചോദ്യത്തിലൊരു കീ എടുക്കണ്ടായില്ല, അതായിട്ട് ബന്ധപ്പെട്ട്. പോളിത്തീൻ പീസ് റബ്ബഡ് ചെയ്യുമ്പോഴാണ് എന്ത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ സംഭവിക്കുന്നത്. അതെന്താ എടുത്തു പറയാൻ കാരണം? ശ്രദ്ധിക്കുക, പലരും ശ്രദ്ധ പോകണം. എന്തെടുത്ത് പറയാൻ കാരണം? ഇൻഡക്ഷനിലാണെന്ന് കരുതുക. ഇത് ഫ്രിക്ഷൻ ഇലക്ട്രിസിറ്റി അല്ല. നമ്മൾ പറഞ്ഞ ഇൻഡക്ഷനിലാണെങ്കിൽ മാസ് വേറെ കയറണ്ട. ആലോചിച്ച് പറയണ്ട. ഇൻഡക്ഷനിൽ നമ്മളൊരു ബോഡീനെ ചാർജ് ചെയ്തു, വേറെ മാസ് കയറണ്ട ഇല്ല. ഇൻഡക്ഷനിൽ കയറുന്നില്ല, കാരണം അവിടെ എന്തില്ല? കോണ്ടാക്ട് ഇല്ല. കണ്ടക്ഷനിൽ കയറും. കാരണം അവിടുത്തെ ചാർജ് ആണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, ഇപ്പുറത്തേക്ക് ഇറങ്ങി വന്നേ. ഇവിടെ റബ്ബഡ് എന്നുള്ള വാക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായ? മൈൻഡിൽ വെക്കുക, അത്രേ ഉള്ളൂ. അത്ര തല പറയണ കാര്യങ്ങളൊന്നും അല്ല, സിമ്പിൾ ആയിട്ട് കാര്യങ്ങളാണ്. അടുത്ത എഴുതാം. സ്റ്റേറ്റ് കൂളോംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാളെ ഇതൊക്കെ പഠിച്ചു വരണം കേട്ടോ. സ്റ്റേറ്റ് കൂളോംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അയ്യോ, അതിന് മുന്നേ ഒരു കാര്യം എഴുതായിരുന്നു. അല്ല, നിങ്ങൾക്ക് അറിയണല്ലേ, ഒരുപോലെയുള്ള ചാർജസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജസ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അറിയണ കാര്യമല്ലേ? സിമിലർ ചാർജസ് റിപ്പൽ, ഓപ്പോസിറ്റ് ചാർജസ് എന്താണ്? അട്രാക്ട്. ഓക്കെ, അപ്പൊ എഴുതുക. Coulomb's law states that the electrostatic force between two stationary point charges is directly proportional to the product of the magnitudes of charges and inversely proportional to the square of the distance between them. അതായത് ശ്രദ്ധിക്കുക, രണ്ട് ചാർജസ് കൂടി ഇരിക്കുകയാണ്. ഇവിടെ ഒരു ചാർജ് ഇരിക്കും.
ഇവിടെ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ്, ഇവിടെ മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജ്. ഈ രണ്ട് ചാർജസ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ? പറഞ്ഞേ, ഇവർ അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ? അട്രാക്ട് ചെയ്യും. ദേ വിൽ അട്രാക്ട്. ആണോ? ശരിയല്ലേ? ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ചാർജുകളും മൾട്ടിപ്ലൈ ചെയ്താലുള്ള വാല്യൂനോട് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. എന്താണ്? രണ്ട് ചാർജസും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് രണ്ട് ചാർജസിന്റെ അളവ് കൂടുന്തോറും അട്രാക്റ്റീവ് ഫോഴ്സ് എന്താ? പറയോ? കിട്ടിയില്ലേ? സ്റ്റേറ്റ്മെന്റ് കിട്ടിയില്ലേ? ഇല്ല, അതാണ് പ്രശ്നം. Coulomb's law states that the electrostatic force between two stationary point charges is directly proportional to the product of the magnitude of charges and inversely proportional to the square of the distance between them. മതി അല്ലെങ്കിൽ കുളംസിലൂടെ പറയായിരുന്നു. എന്നൊന്ന് വായിച്ചു നോക്കിയേ.